യൂടോക് സ്പോർട്സിന്റെ മാന്യ പ്രേക്ഷകർക്ക് IPL മെഗാ ഓപ്ഷൻ ലൈവിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായി പോയി, എന്നാലും ക്ഷമിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും ഇത് 2ാം ദിവസം ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ആ ലേലത്തിന്റെ കറക്റ്റ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ആരൊക്കെയാണ് മെയിനായിട്ട് വന്നിരുന്നത് ജിഷ്ണു? ഇത് തുടക്കം തന്നെ എല്ലാവരും തന്നെ അജിങ്കർ റഹാനെ എല്ലാവരും തന്നെ അൺസോൾഡ് ആയി. അതായത് തുടക്കം തന്നെ പൃഥ്വിഷ 4 പേരും അൺസോൾഡ് ആയി. അത് ഭയങ്കര ഞെട്ടലായിരുന്നല്ലോ അല്ലെ, പ്രത്യേകിച്ച് രഹാനെയൊക്കെ അല്ലെ. അയ്യോ, ഇപ്പൊ ആരാ നടന്നുകൊണ്ടിരിക്കുന്ന? കൃണാൽ പാണ്ഡ്യ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ബേസ് പ്രൈസ് 2 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ. ഇപ്പം വിളിച്ച് 4.40 കോടി വരെയായി. രാജസ്ഥാനും ബാംഗ്ലൂരുമാണ് മാറി മാറി വിളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, 4.60 വിളിച്ചോണ്ടിരിക്കുന്ന രാജസ്ഥാനും ബാംഗ്ലൂരും വിളിച്ചോണ്ടിരിക്കുകയാണ്. കൃണാൽ പാണ്ഡ്യക്ക് വേണ്ടി രാജസ്ഥാനും ബാംഗ്ലൂരും വിളിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം മറ്റേ ലക്നൌവിലായിരുന്നെങ്കിൽ തവണ ലക്നൌ ടീം അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. കാരണം ബാംഗ്ലൂരും രാജസ്ഥാനും മാത്രമാണ് വിളിക്കുന്നത്. മുംബൈ ഞാൻ വിളിക്കൂന്ന് ഓർത്തു, കാരണം ഹാർദിക് പാണ്ഡ്യ ബ്രദറൊക്കെ ആയതുകൊണ്ട് വിളിക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് ഓർത്തു. പക്ഷെ ഇതുവരെയായിട്ട് മുംബൈ ഒന്നും വിളിച്ചിട്ടില്ല. ബാംഗ്ലൂരും രാജസ്ഥാനും മാറി മാറി വിളിച്ചോണ്ടിരിക്കുന്നത്. 4.80 ആയി. തീർച്ചയായിട്ടും. ഓക്കെ, അദ്ദേഹം നമുക്ക് സ്ക്രീനിൽ കാണാം. കൃണാൽ പാണ്ഡ്യ 4.80 ക്രോറായി. കൃണാൽ പാണ്ഡ്യക്ക് വേണ്ടി നല്ല വിളിയെ വിളിച്ചോണ്ട് ഈ സ്ക്രീൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോട്ടെ കൃഷി. ഈ സ്ക്രീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോട്ടെ, നമ്മളെ മാത്രം സ്വിച്ച് ചെയ്യണ്ടേ. ഓക്കെ, ഡൺ. ഇതാണ് മെയിൻ. ഇതിപ്പം പിടിക്കോ നോക്കി, ഉറപ്പാണോ? ആണോ? നോക്കി റിയാക്ഷൻ പോലെ പോകാൻ പറ്റുമോ നോക്കി. അങ്ങനെയാണ് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് നിർത്താമായിരുന്നു. നോക്കി ഒന്ന്. എന്തായാലും നോക്ക്. സ്വിച്ച് വന്നു. കൃണാൽ പാണ്ഡ്യക്ക് വേണ്ടി ഗംഭീര വിളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനും ബാംഗ്ലൂരും മാറി മാറി വിളിക്കുന്നുണ്ട്. അവര് കൊണ്ടുവന്ന് നമുക്ക് 5 കോടി വരെയായി. 5 കോടി വരെ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കണം കൃണാൽ പാണ്ഡ്യക്ക് വേണ്ടി. ഇനിയിപ്പോ കൃണാൽ പാണ്ഡ്യ മുംബൈയിലെ താരമായിരുന്നു. പിന്നെ മുംബൈ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ലേലത്തിൽ ലക്നൌ കൊണ്ടുപോയായിരുന്നു. അത് പിന്നെ അദ്ദേഹം ലക്നൌവിലാണ് കളിച്ചത്. ലക്നൌന്റെ ക്യാപ്റ്റൻ സ്ഥാനം വരെ അതായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിട്ടു. ഇത്തവണ ആര് കൊണ്ടുപോകും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും രാജസ്ഥാനും ബാംഗ്ലൂരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 5.5 കോടിയായി. കാരണം അത് നല്ലൊരു ഓൾറൗണ്ടർ ആണ്. ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ ആണ്, ലെഫ്റ്റ് ഹാൻഡർ സ്പിന്നർ ആണ്. ബേസ് പ്രൈസ് വെറും 2 കോടിയിൽ നിന്ന് ഇപ്പൊ വിളിച്ച് 5.25 ക്രോറിലേക്ക് എത്തി. രാജസ്ഥാൻ വിടുന്നില്ല, വിളിച്ചോണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ എനിക്ക് തോന്നുന്നു കൃണാൽ പാണ്ഡ്യനെ പോലെ പ്ലെയർ വേണോ അല്ലേ? വേണം. മസ്റ്റാണ്. കാരണം രാജസ്ഥാൻ ഇനിയിപ്പം 17 കോടി മിച്ചമുണ്ട്, 16 കോടി മിച്ചമുണ്ട്. അതിൽ ഒരുപാട് കൂടി കളയാനും പറ്റൂല. ബാംഗ്ലൂരിന് 30 കോടി മിച്ചമുണ്ട് ഉള്ളതില്. പക്ഷെ നല്ല ഫാസ്റ്റ് ബോളറിനോട് വേണ്ടേ ശരിക്കും രാജസ്ഥാന്? രാജസ്ഥാൻ ഇപ്പം ജോഫ്ര ആർച്ചറിനെ പിടിച്ചിട്ടുണ്ട്. ആർച്ചർ മാത്രമല്ല, പറയാൻ പറ്റില്ല, പരിക്കിന്റെ പിടികൂടാൻ പറ്റുമെന്നൊരു ടെൻഷൻ ഉണ്ട്. രാജസ്ഥാൻ വിട്ടു. മിക്കവാറും ബാംഗ്ലൂര് കൃണാൽ പാണ്ഡ്യയെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. വേറെ ടീം വിളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 5.75 CR വരെ എത്തി. എന്തായാലും 5.75 CRലേക്ക് എത്തി നിൽക്കുവാണ്. രാജസ്ഥാൻ ഒഴിഞ്ഞു. രാജസ്ഥാൻ വിളിക്കുന്നില്ല. ഇനി ലക്നൌ ആയിട്ട് RTM വഴി ഓപ്ഷൻ. ലക്നൌവിന് വേണോ എന്ന് ചോദിക്കുക. കാരണം ഇനി അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ ബാംഗ്ലൂർ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവര് പറയുന്ന തുകയ്ക്ക് ലക്നൌ എടുക്കേണ്ടി വരും. ഓക്കെ, ബേസ് പ്രൈസ് 2 കോടിയിൽ നിന്ന് ഇപ്പൊ നിൽക്കുന്നത് 5.75 കോടി അല്ലെ? ബാംഗ്ലൂർ എടുത്തു. ഓക്കെ, ബാംഗ്ലൂർ എടുത്തു. കൃണാൽ പാണ്ഡ്യ ബാംഗ്ലൂർ എടുത്തു. 5.75 CRന് ബാംഗ്ലൂർ സ്വന്തമാക്കിയിരിക്കുകയാണ് കൃണാൽ പാണ്ഡ്യനെ. എന്തായാലും കുഴപ്പമില്ല, രാജസ്ഥാൻ വേണ്ട, കുഴപ്പമില്ല, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ ഇനിയിപ്പോ നമുക്ക് ഇഷ്ടംപോലെ താരങ്ങളുണ്ട്. ഇനി വരാൻ ഇഷ്ടംപോലെ താരങ്ങളും. മുംബൈ ഇന്നലെ കുറച്ച് താരങ്ങൾ എടുത്തുള്ളൂ. പക്ഷെ എടുത്തവരെല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് ആണ്. എനിക്ക് ഏറ്റവും പ്രധാനം മുംബൈയുടെ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ബോൾട്ടായിരുന്നു, ട്രെൻ ബോൾട്ട്. നിതീഷ് റാണ, അടുത്ത നിതീഷ് റാണ. അദ്ദേഹത്തിന് ബേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.50 crore. ഓൾറൗണ്ടർ എന്ന് പറയാൻ കൂടുതലും പറ്റിയ ബാറ്റിംഗ് ആണ്. ഏജ് 30, കൺട്രി ഇന്ത്യ. കഴിഞ്ഞ വർഷം ആദ്യം മുംബൈക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ KKRക്ക് വേണ്ടി ചിലപ്പം KKR ടോട്ടല് 2636 റൺസ് ഉണ്ട് 107 മാച്ചിൽ. 135 സ്ട്രൈക്ക് റേറ്റ്, 18 50s അടിച്ചിട്ടുണ്ട്. സെഞ്ചുറി അടിച്ചിട്ടില്ല. പക്ഷെ ബേസ് പ്രൈസ് 1.50
CR ആണ്. നിതീഷ് റാണയ്ക്ക് വേണ്ടി ചെന്നൈ ചെന്നൈ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈ ഇപ്പൊ ഇതുവരെ വിളിച്ചവരെല്ലാം നല്ല തുകയ്ക്ക് നല്ല ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ചെന്നൈ വിളിച്ചത്. ഇപ്പൊ രാജസ്ഥാനും ചെന്നൈയാണ് ഇപ്പൊ മാറി മാറി വിളിക്കുന്നത് നിതീഷ് റാണയ്ക്ക് വേണ്ടി. അതെ അതെ. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ആ രണ്ടാമത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രഹാനെയൊക്കെ ശരിക്കും വിളിക്കാതിരുന്നാണ് ഇന്നത്തെ ഒരു ഭയങ്കര നിരാശ. വിളിക്കുമെന്ന് വിചാരിക്കുന്നല്ലേ, വാർണറിനെ വിളിച്ചില്ല. 3 വട്ടം ഓറഞ്ച് ക്യാപ്പ് നേരിട്ടുള്ള പ്ലെയർ ആണ്, ഒരു ടീമിനെ ഒറ്റക്ക് നയിച്ചിട്ടുള്ള ആളാണ്. എന്താണ് വാർണറിനൊക്കെ വിളിക്കാത്തവർക്ക് നല്ല പ്രാന്താണ്. ഇനി ഓപ്ഷൻ ഉണ്ട്, അതായത് അവസാനം അൺസോൾഡ് ആയവരെ എല്ലാം കൂടെ ഒന്നിച്ച് വിളിക്കാൻ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരെ വിളിക്കാൻ പിന്നെ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല ടീം. തീർച്ചയായിട്ടും റാണയ്ക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണ് ചെന്നൈ. ഇപ്പൊ CSKക്ക് 13 കോടിയാണ് ഇനി മിച്ചമുള്ളത്, രാജസ്ഥാന് 16 കോടി. ടീം RCB റാണയ്ക്ക് വേണ്ടി, നിതീഷ് റാണയ്ക്ക് വേണ്ടി RCB വേഴ്സസ് ചെന്നൈ പോരാട്ടം നിതീഷ് റാണയ്ക്ക് വേണ്ടി. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടിൽ പൈസ ഉള്ളത് ബാംഗ്ലൂരിനാണ്, 30 കോടി മിച്ചമുണ്ട്. രണ്ടാമത് മുംബൈക്ക്. ബാംഗ്ലൂർ ഇന്നലെ ഭയങ്കര ട്രോളായിരുന്നതുകൊണ്ട് ബാംഗ്ലൂർ ആരെയും വിളിച്ചിട്ടില്ല, ഇനി VVR റിച്ചാർഡ്സ് ഒക്കെ ഒന്ന് കളിക്കുമെന്നാണ് വിചാരം. പക്ഷേ അവസാനം ഇന്നിപ്പോ നല്ല നല്ല പ്ലേയേഴ്സിന് ഇപ്പം വരുന്നുണ്ട്. അപ്പം മിച്ചുള്ള ആൾക്ക് അവർക്ക് നല്ല തൂക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടങ്ങളെ തീരുമാനിക്കുന്ന ഒരു സമയം കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ടീമിൽ ആരൊക്കെ കളിക്കണം എന്ന് ഇവന്മാരാ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉറ്റു നോക്കാം. യൂടോക് സ്പോർട്സിൽ തത്സമയം ഞങ്ങൾ മലയാളം ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ 3.44 ആയി. ബാംഗ്ലൂർ തീർച്ചയായിട്ടും ലൈവായിട്ട് അപ്പോ ഉള്ള ഓഡിയൻസിനൊക്കെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാം. നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം, ഞങ്ങൾ തിരിച്ചു പറയുന്നതായിരിക്കും. ബാംഗ്ലൂരും രാജസ്ഥാനും ഇപ്പൊ ലൈവായിട്ട് വിളിക്കുന്നു. ബാംഗ്ലൂരും രാജസ്ഥാനും വിളിച്ചോണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ കയറിയല്ലേ കളിക്കളത്തിലേക്ക്. നിതീഷ് റാണെ കിട്ടിയിട്ട് രാജസ്ഥാനിലെ ഗുണമുണ്ടോ? പിന്നെ നല്ല ഓൾറൗണ്ടർ അല്ലേ, അതിന് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കയറ്റാം. രാജസ്ഥാൻ റോയൽസിന് ഇനി 17.35 കോടി ഉണ്ട്. 11 പ്ലേയേഴ്സ്, 24 കോടിയുണ്ട്. സ്കോർസ് മിനിമം 18 പേര്, മാക്സിമം 25 പേര്. അതെ 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 അതെ. രണ്ടുപേർക്കും തീർച്ചയായിട്ടും ഈ വീരന്മാരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ബാംഗ്ലൂരും രാജസ്ഥാൻ ഇപ്പൊ മാറി മാറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ആരും കൊണ്ടുവന്നു. ഇനി എന്റെ ഇടയ്ക്ക് വേറെ ടീം എന്ന് വിളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബാംഗ്ലൂരിന്റെ ഇപ്പം വെൻഡറായിട്ട് ദിനേഷ് കാർത്തിക് ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പൊ സംഘക്കാരെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ കാണാനുണ്ടെന്ന് തോന്നുന്നു. ഇന്നലത്തെ അവരെടുത്തതിന്റെ സെലക്ഷനും ആൾക്കാരെ എല്ലാം എനിക്ക് അത്യാവശ്യം. കാരണം കഴിഞ്ഞ തവണ അവരെടുത്തേക്കാളും അത്ര ടീം പോരാ ഈ തവണ എടുത്തത്. പിന്നെ സ്പിന്നർമാരെല്ലാം എടുത്തുകൊണ്ട് ഹസ്രംഗ, തീഷ്ണ അവരൊക്കെ കുഴപ്പമില്ല. എന്നാലും ആ പഴയ ഒരു ടീം സെറ്റാക്കി എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ റോയൽസിന്. രാഹുൽ ദ്രാവിഡൊക്കെ വന്നിരിപ്പുണ്ട്. ഓക്കെ, നിതീഷ് റാണയ്ക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കട്ടക്ക് നിൽക്കുന്നുണ്ട്. ചെന്നൈ കഴിഞ്ഞ തവണ കൊൽക്കത്തയിലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കൊൽക്കത്ത ഈ തവണ വിളിക്കുന്നുമില്ല നിതീഷ് റാണ. ഇത് ചെന്നൈ വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പേഴ്സിൽ അത്ര അക്കൗണ്ട് ഉള്ളൂ. രാജസ്ഥാൻ കൊണ്ടുപോയി. ഓക്കെ, രാജസ്ഥാൻ 4.20 CR-ന് രാജസ്ഥാൻ നിതീഷ് റാണെ എടുത്തു. വെരി ഗുഡ്. എന്നാൽ നിതീഷ് റാണെ ഫോം ആവട്ടെ അല്ലേ. അതൊക്കെ നല്ല കളിയാണ്. നല്ല കളിയല്ലേ. കാരണം അദ്ദേഹം കഴിഞ്ഞാണ് മറ്റേ ശ്രേയസ് അയ്യർ ഇല്ലാന്നപ്പം കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ വരെ ആയിരുന്നു നിതീഷ് റാണ. ആ കളിയിലാണ് നമ്മുടെ റിങ്കു സിംഗ് 5 6 അടിച്ച് ഓർക്കുന്നില്ല ആ കളിയൊക്കെ. ഇനിയിപ്പൊ അടുത്ത താരത്തിന് വേണ്ടി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചേച്ചിതെ അടുത്ത നറുക്കിടാൻ പോവാണ്. നറുക്കിട്ട് കഴിഞ്ഞു. നറുക്കിട്ടെടുത്താണ് ഇവര് ചെയ്യുക. നല്ലൊരു പരിപാടിയാണ്. കാരണം ഓർഡർ അനുസരിക്കല്ലാതെ നറുക്കിട്ട ചെയ്യേണ്ടതല്ല. ഓരോരുത്തരുടെ പേസ് റിമേനും കിടപ്പുണ്ട്. മുംബൈ ഇന്ത്യൻസിന് 26.10 കോർ, 24 കോടി. പഞ്ചാബ് കിങ്സിന് 15 കോടി. ലക്നൌവിന് 14.85 കോർ 12. ഗുജറാത്തിന് 14.30 കോർ. ചെന്നൈ സൂപ്പർ കിങ്ങിന് 13.20 കോർ. രാജസ്ഥാൻ റോയൽസിന് 13.50 കോർ. ഡൽഹി ക്യാപിറ്റൽസിന് 11.80 കോർ. വെസ്റ്റ് ഇൻഡീസിൽ മികച്ച പ്ലെയറാണ് ഷായ് ഹോപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പൊ അവർ ബേസ് പ്രൈസ് 1.25 CR ആണ് ഷായ് ഹോപ്പിന്റെ. സോ ഷായ് ഹോപ്പ് വന്നിരിക്കുകയാണ് 1.25 CR ബേസ്. 31 വയസ്സുള്ള ഷായ് ഹോപ്പ് വെസ്റ്റ് ഇൻഡീസിനെ പ്രതിനിധീകരിക്കുന്ന കളിക്കാരനാണ്. ഒരു വിക്കറ്റ് കീപ്പറാണ്. മുംബൈക്കൊക്കെ ഇനിയിപ്പോ ഒരു വിക്കറ്റ് കീപ്പറിന്റെ ആവശ്യമുണ്ട്. മുംബൈ ഇന്നലെ മുംബൈ എടുത്തില്ല വിക്കറ്റ് കീപ്പർ. എടുത്തു, പക്ഷെ അതൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ IPL ഫസ്റ്റ് കളി തന്നെ ഇറക്കി കളിക്കാൻ പറ്റിയ ഒരാളല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അൺസോൾഡ് ആയി ഷായ് ഹോപ്പ്. IPL വലിയ റെക്കോർഡൊന്നുമില്ല. 9 കളിയിൽ ഏകദേശം 100 സംതിങ് റണ്ണേ ഉള്ളൂ. ഒരു ടീമും എടുത്തിട്ടില്ല, ആരും എടുത്തിട്ടില്ല ഷായ് ഹോപ്പിന്. അത് ഷായ് ഹോപ്പ് അടുത്തത് റിയാൻ റിക്ടൺ
റിയാൻ റിക്കിൾട്ടൺ കഴിഞ്ഞ നമ്പർ ഓസ്ട്രേലിയയുടെ കളിയാണ്. അപ്പൊ നല്ല ഓസ്ട്രേലിയ റിയാൻ റിക്കിൾട്ടൺ ആരെങ്കിലും എടുക്കോ ഇല്ലേ എന്നുള്ള നമുക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഓപ്പണിംഗ് ഇറങ്ങി. ഓസ്ട്രേലിയ അല്ല സൗത്ത് ആഫ്രിക്ക നല്ല കളി. അപ്പൊ റിയാൻ റിക്കിൾട്ടനെ ആരെടുക്കും? റിയാൻ റിക്കിൾട്ടനെ ആരെടുക്കും? 28 വയസ്സ് റിയാൻ റിക്കിൾട്ടൺ. സൗത്ത് ആഫ്രിക്കയിലെ ബാറ്റ്സ്മാൻ ആണ്. തീർച്ചയായിട്ടും അടിപൊളി ബാറ്റ്സ്മാൻ. ഇന്ത്യയായിട്ടുള്ള മാച്ചിൽ നമ്മള് കണ്ട നല്ല കളി കളിച്ചായിരുന്നു. വിളിക്ക് അമ്പാനയുടെ മോനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്ക്. അമ്മേ മോനെ ഇരിപ്പുണ്ടല്ലോ. വേമ്പിളി അടുത്താരാ മുംബൈ ഇന്ത്യൻസ് വിളിച്ചിട്ടുണ്ടോ? മുംബൈ ഇന്ത്യൻസ് ബേസ് റേറ്റ് വിളിച്ചോ? മുംബൈ ഇന്ത്യൻസ് കൊണ്ടുപോയി അൺസോൾഡ് അല്ല ബേസ് പ്രൈസിന് മുംബൈ ഇന്ത്യൻസ് കൊണ്ടുപോയി. ഒരാളും വിളിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഒരുപാട് വിളിച്ചിട്ട് നല്ലൊരു തീരുമാനമായിരുന്നു. നല്ലൊരു തീരുമാനമല്ല. ആരും വിളിക്കുന്നില്ല. ഇവര് കോഴക്കളി കളിക്കണം. അതിന് മുംബൈ മാത്രം വിളിക്കുന്നത് മാത്രം കോഴ ബാക്കി അതല്ല മുംബൈ വിളിക്കുമ്പോ ബാക്കി ആരും മിണ്ടണം കൂടി അവർക്ക് ആവശ്യമില്ലാത്തോണ്ട് എടുക്കുമ്പോഴാണ് അത് അവർക്ക് ബേസ് പ്രൈസിന് എടുക്കുന്നത്. ചെന്നൈക്ക് എത്ര പേര് ബേസ് പ്രൈസിന് കൊണ്ടുപോയി? ബേസ് പ്രൈസ് 75. കള്ളക്കളി മുംബൈ ഇന്ത്യൻസിൽ അംബാനി കള്ളക്കളി. അല്ല ജിയോ സിനിമ കട്ട് ചെയ്യുന്ന പറയാ പുള്ളി. അല്ലെ പോകാൻ പറ. കെ എസ് ഭാരത് 75 അങ്ങനെ എന്ത് ചെയ്താലും മുംബൈ വിളിച്ച് ബേസ് പ്രൈസ് വിളിച്ച് ഒരു 1.1 എങ്കിലും വിളിക്കാൻ ബാക്കിയുള്ളവർക്ക് പറ്റും. അവർക്ക് താല്പര്യമില്ല. അതൊന്നും പറഞ്ഞല്ലോ. ഇന്നലെ എത്ര പേര് അതുപോലെ ബേസ് പ്രൈസ് എത്ര പേര് അൺസോൾഡ് ചെയ്തു. നല്ലൊരു പ്ലെയർ റിക്കൾട്ടൺ. ഡേവിഡ് വാർണർ വരെ അൺസോൾഡ് ചെയ്തവരാണ്. KS ഭരത് ബേസ് പ്രൈസ് 75 ലക്ഷമാണ് അൺസോൾഡ്. കഴിഞ്ഞ കളിയൊക്കെ ബാംഗ്ലൂരിന് വേണ്ടി നല്ല കളി കളിച്ചാണ് KS ഭരത്. KS ഭരത് ഇത് എങ്ങനെ സഹിക്കും? KS ഭരത് ഇപ്പൊ അൺസോൾഡ് ആയവർക്ക് ലാസ്റ്റ് ചാൻസ് ഉണ്ട്. ഇനിയുണ്ട് ചാൻസ്. നമുക്ക് നോക്കാം അടുത്ത ആരാന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ചേച്ചി കുറെ നേരമായി. ജോഷ് ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ താരം. ഓക്കെ ഹൈദരാബാദ്. ഓക്കെ ജോഷ് ഇംഗ്ലീഷിനാണ്. ജോസ് ഇംഗ്ലീഷ് അടുത്ത 2 കോടി ബേസ് പ്രൈസ്. കറണ്ട് ബിഡ് സൺറൈസേഴ്സ് 2.40. ഈ പുള്ളിക്കാരത്തി അറിഞ്ഞാണ്ട് കളിക്കണത്. അതായത് മറ്റേ സൺ നെറ്റ്വർക്കിലെ മുതലാളിയുടെ മോള്. പുള്ളിക്കാരത്തിന്റെ പേരെന്താ? പഞ്ചാബ് ഹൈദരാബാദ് പേരെന്ന് എനിക്ക് അറിയായിരുന്നു. അയ്യോ എനിക്ക് അറിയായിരുന്നു. ആരെങ്കിലും കമന്റ് സെക്ഷനിൽ ഒന്ന് പറ പേര്. എനിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ആ ഉടമയുടെ പേരെന്താ? എനിക്ക് പഞ്ചാബും ആരെങ്കിലും ഒന്ന് പറയോ? ഹൈദരാബാദും തമ്മിൽ മത്സരിച്ച് കാരണം അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിക്കാട് വിളിക്കുന്നത് ബാക്കിയുള്ളവരെക്കാൾ. 2.64 ഇപ്പം വിളിച്ച് ഹൈദരാബാദും പഞ്ചാബുമാണ് മാറി വിളിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, ആ സൺറൈസേഴ്സ് ഹൈദരാബാദില് വിളിക്കുന്ന ആ പെണ്ണിന്റെ പേരൊന്ന് പറഞ്ഞുതരാമോ? ഈ കാണുന്ന ഏതെങ്കിലും ഒരുത്തിന് അത് അറിയുമെങ്കിൽ പഞ്ചാബ് കൊണ്ടുപോയി. പഞ്ചാബ് കൊണ്ടുപോയി. എന്തായാലും പെണ്ണിന്റെ പേര് പറഞ്ഞേക്കെ. പഞ്ചാബ് കൊണ്ടുപോയി. പ്രീതി സിന്റെ കൊണ്ടുപോയി. 2.60 ക്രോറിന് നമ്മുടെ പഞ്ചാബ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി പ്രീതി സിന്റെ തട്ടകത്തിലേക്ക് അല്ലെ? പഞ്ചാബ് ഇത്തവണ നല്ല സെറ്റ് ടീം. റിക്കി പോണ്ടിങ് കോച്ചിലോട്ട് വന്നു. ശ്രേയസ് അയ്യറിന് ക്യാപ്റ്റൻ എടുത്തു. ക്യാപ്റ്റൻ ഒക്കെ സ്ഥാനമുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരാണ് പഞ്ചാബ് ഇത്തവണ എടുത്തത്. ഒരു കപ്പടിക്കാനുള്ള ഒരു ടീം ഉണ്ട് ഇപ്പം തന്നെ. തീർച്ചയായിട്ടും വളരെ വളരെ കാര്യമാണത്. അതെ, സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ആ വിളിക്കുന്ന പെണ്ണിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? കണ്ടിരിക്കുന്ന ഏതെങ്കിലും കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിന് അറിയുമെങ്കിൽ പറയണേ. അലസ്കാരി വന്നിരിക്കുന്നു ബേസ് പ്രൈസ്. ഓക്കെ, അലസ്കാരി വന്നിരിക്കുന്നു. ബേസ് പ്രൈസ് 1 CR ആണ്. 108 T20 മത്സരങ്ങളിൽ നിന്ന് ഒരു 231 റൺസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ. അൺസോൾഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അൺസോൾഡ് കാരണം പറഞ്ഞോളൂ, അൺസോൾഡ് ആവും. അതങ്ങനെ വരൂ. അൺസോൾഡ് ആവും. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ഇന്ന് കൂടുതൽ എനിക്ക് തോന്നുന്നു അൺസോൾഡ് ആണെന്ന് തോന്നുന്നു പ്ലേയേഴ്സ്. തുടക്കം തൊട്ട് തന്നെ 4-5 പേര് ഇന്നലെയൊക്കെ അൺസോൾഡ് ആയവരുടെ കുറവാ. ഡൊണോവൻ ഫെരേര. കഴിഞ്ഞ വർഷമൊക്കെ രാജസ്ഥാന് സൗത്ത് ആഫ്രിക്ക പ്ലെയർ, ഏജ് 26. 2024 വരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ച. അതെ, ലാസ്റ്റ് സീസണിലെ 2 കളിയിൽ 8 റൺസ് അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 73. എടുക്കുമെന്നോ ആരെങ്കിലും? എനിക്ക് അത് അൺസോൾഡ് ആവാൻ ചാൻസ് കൂടുതൽ. തീർച്ചയായിട്ടും എടുക്കുമോ നോക്കാം. അൺസോൾഡ് ആയിരിക്കും. ആരും എടുക്കുന്നില്ല. ലാസ്റ്റ് ചാൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അൺസോൾഡ് ആയിരിക്കുകയാണ്. ഇനി അടുത്തത് അലക്സ് കാരി വന്ന് പോയി. അലസ്കാരി അൺസോൾഡ് ആയിരുന്നു. ഇനിയിപ്പോ അടുത്ത ആൾ ഇന്ന് കൂടുതൽ പോയി. ഇനി 25 കോടി ഇനി മിച്ചമുണ്ട്. 10 പ്ലെയറും കൂടെ ഇനി എടുക്കാം.
റോയൽ ചലഞ്ചേഴ്സിന് 24 കോടി. റിക്കൾട്ടനൊക്കെ വെച്ച് എന്തിന് ഇന്നലെ ബാക്കിയുള്ളവരൊക്കെ എല്ലാ ടീമിനെയും വെച്ച് എടുത്തു. അതായത് 27 കോടി 26 കോടിയൊക്കെ അവർ എടുത്തു. പക്ഷെ മുംബൈ ആരെയും എടുത്തില്ല. മുംബൈക്ക് ആവശ്യമുള്ളവർ മാത്രമേ എടുത്തുള്ളൂ. കാരണം ബോൾട്ടിന് വന്നപ്പോൾ ബോൾട്ടിന് 12 കോടി, വന്തീറിന് മറ്റേ ആർട്ടിഎം വഴിയാണ് 5 കോടി. പക്ഷെ മുംബൈക്ക് ആവശ്യമുള്ള ഇനിയിപ്പോ സെറ്റ് ദീപക് ചാഹാറുണ്ട് ബോളിങ്ങില്. ഇനിയിപ്പം കൊറാൾ കോഴ്സി ഉണ്ട്. ഭുവനേശ്വർ കുമാറിന് രാജസ്ഥാനിൽ കിട്ടിക്കഴിഞ്ഞപ്പോ വിളിക്കും ഇല്ലേ? അത് ഇത്തവണ അടുത്ത സെറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ബോളിംഗ് ടൈം എല്ലാവരും എടുക്കാൻ ചാൻസ് ഉണ്ട്. ലോക്കി ഫെർഗ്യൂസൺ ഉണ്ട്, ഭുവനേഷ് കുമാർ ഉണ്ട്, മുകേഷ് കുമാറുണ്ട്. മുകേഷ് കുമാറിനൊക്കെ എനിക്ക് തോന്നുന്നു ഡൽഹി തന്നെ തിരിച്ചെടുക്കാൻ. ദീപക് ചഹർ അടിപൊളിയാണ്. ഭുവനേശ്വർ കുമാർ എനിക്ക് രാജസ്ഥാനിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവം ആഗ്രഹം സാധിച്ചത്. ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാവരും നല്ല നല്ല തീർച്ചയായും ഭുവനേശ്വർ കുമാർ രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും. സഞ്ജു, ഭുവനേശ്വർ കുമാർ, പിന്നെ തീക്ഷണ, പിന്നെ ആരാണ് പിന്നാലുള്ളത്? അസറങ്ക. ആർച്ചറിന്റെ അടിപൊളിയായിരിക്കും. ആർച്ചറിനൊപ്പം പുള്ളിയും കൂടി ചേർന്നുണ്ടല്ലോ. വിഷയം ഭുവനേഷ് കുമാറിനെക്കാളും എല്ലാവരും വിളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇപ്പൊ 60 എല്ലാം ബോളേഴ്സ് ആയതുകൊണ്ട് അവിടെ അൺഫോൾഡ് ആക്കാൻ ആരും ചാൻസ് ഇല്ല. എല്ലാ ടീമും തന്നെ വിളിച്ചെടുക്കാനുള്ള ലിസ്റ്റാണ്. ഇപ്പൊ ദീപക് ചാഹറുണ്ട്, കോഴ്സി ഉണ്ട്, അടുത്ത തുടങ്ങിയിരിക്കുന്നു. അടുത്ത ആരാണ് ചേച്ചി ഡ്രസ് മാറിയാ? ചേച്ചി ഡ്രസ് മാറിയെന്നുള്ള ഇവിടെ വന്നിട്ട് വാങ്ങാത്തൊരു. ഞാൻ നേരത്തെ വെച്ചൊരു പെൺകുട്ടിയുടെ പേര് കിട്ടിയില്ലട്ടാ. മറ്റേ സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ഓണറുടെ പേര് കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ഓണറുടെ പേര് കാവ്യ. കിട്ടി നമുക്ക് കിട്ടി. ടോമി പറഞ്ഞിരിക്കാൻ ടോമി. കാവ്യ മാരൻ അല്ലെ? കാവ്യ മാരൻ എന്നാണ് പേര്. അതെ, സൺ നെറ്റ്വർക്കിലെ മുതലാളിയുടെ മോളാണ്. ഭയങ്കര ബ്രില്യന്റ് ആണ്. ഇന്നലെ ട്രാവൽസ് എന്താണ് അവരുടെ ടീം വിട്ടില്ല. അതിന്റെ കൂടെ തന്നെ നല്ല ടീം ഉണ്ടായിരുന്നു. ആ കൂടെ തന്നെ നല്ല പ്ലേയേഴ്സിനാണ് അവര് വിളിച്ചു വാങ്ങിയത്. പഞ്ചാബ് ആണെങ്കിലും അതെ, അത്യാവശ്യം നല്ല ടീമിനാണ് പഞ്ചാബ്. ഒരു കപ്പടിക്കാനുള്ള ടീം പഞ്ചാബിനുണ്ട്. ഫാഫ് ഡു പ്ലസിസ് 2 കോടി ബേസ് 2 കോടിയാണ് ഫാഫ് ഡു പ്ലസിന്. അറിയാലോ, ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ട് റിലീസ് ചെയ്തവന്മാര് എന്ത് അടിസ്ഥാനത്തിലാണ് റിലീസ് ചെയ്തത്? അങ്ങനെ മാർക്കോ ജോൺസൺ അടക്കം പോയതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. പഞ്ചാബ് 7 കോടിക്കാണ് മാർക്കോ ജോൺസൺ എടുത്തത്. നമ്മുടെ സഞ്ജുവിന്റെ ഘാതകൻ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന മാർക്കോ ജോൺസനെ 7 കോടി രൂപയ്ക്ക് പഞ്ചാബ് കൊണ്ടുപോയി. ഡൽഹി കൊണ്ടുപോയി. ഡൽഹി സാംകറൻ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുപോയി. ചെന്നൈയും അത്യാവശ്യം ചെന്നൈയിൽ ഈ തവണ കൂടുതൽ ഓൾറൗണ്ടർമാരാ. അതായത് അശ്വിന്, രചൻ രവീന്ദ്ര, സാംകറന്, അതുപോലെ രവീന്ദ്ര, ഷാജി വർഗീസും അനൂപ് കെ രാജും കാവ്യമാരൻ ഇട്ടിട്ടുണ്ട്. അതിനുമുമ്പ് ടോമി തൂക്കി. ടോമി ഓൾറെഡി പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അനൂപ് കെ രാജൊക്കെ ഉറങ്ങിയിരുതാ. കല്യാണോട്ടിൽ പോയി കയറുന്നു അനൂപ് കെ രാജ്. പായസം കുടിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. എവിടെ? മാർക്കോ ജാൻസനെ 7 കോടിക്കല്ലോ എടുത്തത്. അങ്ങനെ മെഗാ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പന്ത് എന്തായാലും പന്തിന് പൊന്നും വില മക്കളെ. പന്തിന് പൊന്നും വില. പന്തിന് 27 കോടി പന്തിന്. എന്റെ പൊന്നു, അതൊന്ന് ആലോചിക്കുക റേഞ്ച്. അതെ, ഡൽഹിയുടെ ഓണറിന്റെ ബ്രില്യന്റ് ആണെന്നാ പറഞ്ഞില്ല, അടിച്ചു കൊടുത്താന്ന് പറഞ്ഞ കേട്ടു. എല്ലാരും ഇപ്പൊ ട്രോള് വരുന്നത് എന്താ? അതെ, ആർടിഎം വഴി. അതായത് അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് 27 കോടി വേണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ തുകയ്ക്ക് അവരെടുത്തു. അതാണ് പറ്റിപ്പോയത്. ബാക്കിയുള്ള ടീമിന്റെ പേഴ്സിന്ന് പൈസ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞത്. ഡൽഹിയുടെ സന്തോഷ വാർത്ത, റയാൻ റിക്കൾട്ടൺ മുംബൈ ഇന്ത്യൻസിലോട്ട്. അടിപൊളി, നല്ല 1 കോടി. അതായത് വേറെ മുംബൈ ഇന്ത്യൻസിലോട്ട്, ജോസ് ഇംഗ്ലീഷ് പഞ്ചാബ് കിങ്സിലോട്ട്. ഇതൊക്കെ നല്ല നല്ല പ്ലേയേഴ്സ് ആണ്. ഇവരൊക്കെ നല്ല നല്ല പ്ലേയേഴ്സ് ആണ്. നല്ല മുംബൈ അത്യാവശ്യം തെരഞ്ഞെടുത്ത. ഇനി എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിന് 13 കോടിയോളം ബാക്കിയുണ്ട്. ഡെക്കാൻ ചാർജേഴ്സ്, ഡൽഹി ക്യാപിറ്റൽ. പണ്ട് ഡെക്കാൻ ചാർജേഴ്സ് ആയിരുന്നല്ലേ. ഡൽഹി ക്യാപിറ്റൽസ്, ഡെക്കാൻ ചാർജേഴ്സ് ഓർമ്മ എനിക്ക്. അതുകൊണ്ട് പക്ഷെ ആ ടീം ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നല്ലത് നിങ്ങക്ക്. ഡൽഹി ക്യാപിറ്റൽസ് 11 കോടി ബാക്കിയുണ്ട്. 11.80 കോടി. ഗുജറാത്ത് ടൈറ്റൻസ് 14.30 കോടി. KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8.55 കോടി. LSG ഫുൾ ഫോം അറിയോ? ലക്നോ സൂപ്പർ ജയൻസ്.
ലക്നോ സൂപ്പർ ജയൻസിന് 14.85 കോടി. മുംബൈ ഇന്ത്യൻസ് തൊട്ടില്ല പൈസ, തൊട്ടില്ല. ഒരു പൈസ ചെലവാക്കാൻ മുംബൈക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്പാരുടെ മോനൊക്കെ എന്ത് ഞങ്ങള് ചുമ്മാ വാരി വലിച്ച് എടുക്കാറില്ല. ഞങ്ങള് നോക്കിയും കണ്ട അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ മാത്രം. പഞ്ചാബ് കിങ്സിന് 12.90 CR ഉണ്ട്. പിന്നെ രാജസ്ഥാൻ റോയൽസിന് 13.15 CR ഉണ്ട്. പിന്നെ RCB 24.90 CR ഉണ്ട്. എന്തിനാണ് ഇരിക്കണേ തമ്പുരാൻ അറിയാം. എനിക്ക് തോന്നുന്നു SRH വെറും 5 കോടിയുള്ളൂ. പഞ്ചാബ് വന്നപ്പോ 110 കോടിയായിട്ട് വന്നതാ, ഇപ്പം 12 കോടിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഓപ്ഷൻ ഫുള്ള് പഞ്ചാബ് തന്നെ തീർച്ചയായിട്ടും. ഹൈദരാബാദിന് ഇനിയിപ്പം ഏറ്റവും കുറവ് ഇപ്പം പൈസ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിനാ. ഇപ്പൊ 5 കോടിയോ മിച്ചമുള്ളൂ. രാഹുൽ ദ്രാവിഡ് വേസ്റ്റ് ആണെന്ന് ഷാജി വർഗീസ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയരുത്, നമ്മുടെ സഞ്ജുവിനെതിരെ തഴഞ്ഞിട്ടുണ്ടെങ്കിലും രാഹുൽ ദ്രാവിഡ് വേസ്റ്റ് അല്ല. പക്ഷെ IPL സഞ്ജുവിനെ തഴഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി സഞ്ജുവിനെ തഴഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റില് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ സംഘക്കാരെ വന്ന് ടീം സെറ്റ് ചെയ്തെടുത്ത പോലെ ഈ തവണ രാഹുൽ ദ്രാവിഡിന് പറ്റില്ലെന്ന് തന്നെ. രാഹുൽ ദ്രാവിഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സംഘക്കാരെ പോലെയോ ഹയറിങ് വരുന്നുണ്ട്, പിള്ളേർക്കൊക്കെ വിളിക്കേണ്ട സമയം. അപ്പോ സംഭവം പറഞ്ഞു വരുന്നത് രാഹുൽ ദ്രാവിഡ് ശരിക്കും സംഘക്കാരെ പോലെ ഒരു ബ്രില്യൻസ് കാണിച്ചിട്ടില്ല. പുള്ളി എന്തോ ഡെഡ് ആയ പോലെ ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ ഒരുമാതിരി ശ്മശാനത്തിൽ ഇരിക്കുന്ന പോലെ. പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പോണം. രാഹുൽ ദ്രാവിഡ് താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പോണം എന്നാ ഞാൻ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരുമാതിരി ശ്മശാന മൂകതയിൽ ഇരിക്കാൻ പുള്ളി എന്തോ മരണോട്ടിലിരിക്കണ പോലെ. പക്ഷെ സംഘക്കാർക്കും കൂടെ ഇത്തവണ ഇതിന് വരായിരുന്നു ഓപ്ഷന്. കാരണം ഞാൻ ഓർത്ത് സംഘക്കാരെ അതിന്റെ രാഹുൽ ദ്രാവിഡും കൂടെ കിട്ടുമ്പോൾ ഒരു സെറ്റ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഷാജി വർഗീസ് രാഹുൽ ദ്രാവിഡ് വേസ്റ്റ് ആണെന്നാണ്. രാഹുൽ ദ്രാവിഡിന്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാഹുൽ ദ്രാവിഡ് ഒരു വേസ്റ്റ് ആണെന്ന്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അത്രയ്ക്ക് നല്ല ടീം അല്ല രാജസ്ഥാൻ റോയൽസ്. തീർച്ചയായിട്ടും. ഈ രാജസ്ഥാൻ റോയൽസിൽ ശരിക്കും സഞ്ജുവിന്റെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. സഞ്ജുവിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായ ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസിൽ ബിൽഡ് ചെയ്ത് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോ ചർച്ചയാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ വരുന്നുണ്ട്. കാരണം സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തിരുന്ന 2 പേരെയാണ് ഇന്നലെ ഹയർ ചെയ്തിരിക്കുന്നത്. വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അല്ല വിക്കറ്റ് അതായത് അവരെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം ടീമിലാക്കുക എന്നുള്ളൊരു നയമാണ് സഞ്ജു സ്വീകരിച്ചിരിക്കുന്നത്. ഒരിടയ്ക്ക് മറ്റേ യുസ്വേന്ദ്ര ചഹൽ മറ്റേ ബാംഗ്ലൂരിൽ കളിച്ചോണ്ടിരുന്നപ്പത്തിന് കൂടുതൽ വിക്കറ്റ് എടുത്തോണ്ടിരുന്നത് സഞ്ജു നൈസായിട്ട് ടീമിലോട്ട് എടുത്തിട്ട്. അപ്പൊ പിന്നെ ആ പേടി പേടിക്കണ്ട. ഇപ്പൊ അതെ ശ്രീലങ്കയുടെ 2 പേര് ആരൊക്കെയാണ്? തീഷ്ണയും ഹസ്രംഗി. തീഷ്ണ ഹസ്രംഗി. ഈ 2 പേര് എപ്പോഴും സഞ്ജുവിന്റെ കാതകരാ. ഈ 2 പേരെ സ്വന്തം ടീമിലാക്കിക്കൊണ്ട് സഞ്ജു മാസ്റ്റർ ബ്രെയിൻ കളിച്ചിരിക്കുകയാണ് മക്കളെ. മലയാളിണ്ട. പക്ഷെ മാർക്കോ ജാൻസൺ ഇപ്പം ആ ലെവലാതി പഞ്ചാബിലുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാവും. പക്ഷെ അവനെ 6 അടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 6 അടിച്ചാണ് സഞ്ജു കൂടെ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് നോക്കട്ടെ, ഈ തവണ ഞാൻ കണ്ടതിൽ ഏറ്റവും വെച്ച് സെറ്റ് ടീം ഇതുവരെ എടുത്തതെന്ന് വെച്ചാൽ പഞ്ചാബ്, ലക്നൌ, ഡൽഹി 3 ടീം സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എടുത്തത്. ലക്നൌവും പഞ്ചാബും ആൾക്കാരെ നല്ല ടീമാണ്. ഡൽഹിയും കുഴപ്പമില്ലാതെ ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട്. തീർച്ചയായും മുംബൈ കുറച്ചു പേര് എടുത്തെങ്കിലും മുംബൈ പക്ഷെ അതിനനുസരിച്ചുള്ള ആൾക്കാർ എടുത്തതിലെ സെറ്റ് ടീം. നമ്മുടെ ലൈവ് ഇരിക്കുമ്പോ എപ്പോഴും ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ് ഗുഡ്വിൽ ക്രിസ്റ്റി എവിടെയെന്നുള്ളത്. വീണ്ടും ചോദിക്കുകയാണ്, എന്തായാലും ക്രിസ്റ്റി പിന്നാമ്പുറത്ത് ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തിനും പിന്നാമ്പുറത്ത് ഉണ്ടാവോ? അപ്പൊ ക്രിസ്റ്റി പിന്നാമ്പുറത്തുണ്ട് ഇപ്പോഴും. അപ്പൊ 17 ആരാധകരിൽ 3 ആരാധകർ ചോദിക്കും ക്രിസ്റ്റി. 17 3 പേര് ക്രിസ്റ്റിയുടെ ആരാധകരാ. ക്രിസ്റ്റി ഗുഡ്വിൽ എവിടെ? അടുത്ത പാവങ്ങളുടെ ക്യാമറ സെറ്റ് 6 പേഴ്സേഴ്സിന്റെ ലിസ്റ്റ് വന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പേഴ്സേഴ്സിന്റെയാണ്. പേഴ്സേഴ്സിന്റെ ലിസ്റ്റ് വരാൻ നിങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വേഗം വരിക, നമ്മുടെ ഓപ്ഷൻ കാണുക. നമ്മൾ പറയാതെ ഇവിടെ ഒന്നും നടക്കുന്ന പരിപാടി ഇല്ല. അടുത്ത ഓപ്ഷൻസ് ചേച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഒരു വക്കീലിന്റെ വേഷത്തിൽ ചേച്ചി വന്നിട്ടുണ്ട്. ഓക്കെ ദൈവമേ, ചേച്ചി എന്താണ് ഐസും കട്ടലാണ് കയറുന്നത്. മല്ലിക സാഗറാണ് ഓപ്ഷണറുടെ പേര്. മല്ലിക സാഗർ. ഓ അതിനൊക്കറിയാം. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നീ അറിഞ്ഞില്ലല്ലോ. സൺറൈസേഴ്സിൽ നിനക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ആ വല്യമ്മനെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയാണ്. ആ വല്യമ്മനെ കൊണ്ടിരുന്നു, എടുക്കുന്നു, പറയുന്നു. തുടക്കം തൊട്ട് എല്ലാരെയും കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കുക. അത് വല്യമ്മയല്ല, അതൊക്കെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിയിട്ടില്ലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ഞാൻ മിണ്ടാണ്ടിരിക്കില്ല. അറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞോണ്ടേയിരിക്കും. 2 തെറിയെങ്കിലും കണ്ടിട്ടെ. അപ്പോ ഓപ്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താരലേലം എന്നാണ് അർത്ഥം. അവർക്കറിയാം, ഞങ്ങൾക്കറിയാം. അടുത്ത ഫസ്റ്റ് തുഷാർ ദേശ്പാണ്ഡെ ബേസ് പ്രൈസ് 1 CR ആണ്. 1 CR ബേസ് പ്രൈസ്. തുഷാർ ദേശ്പാണ്ഡെ വന്നിരിക്കുകയാണ്. സെറ്റ് 16 ഫസ്റ്റ് ആള് തുഷാർ ദേശ്പാണ്ഡെ. അതെ, 13 മാച്ചിൽ 17 വിക്കറ്റ്. എക്കണോമി വെരി ഗുഡ്. IPL നല്ല കരിയർ. ബെസ്റ്റ് 27 റൺസിന് 4 വിക്കറ്റ്. ചെന്നൈക്ക് വേണ്ടിയൊക്കെ നല്ലൊരു പെർഫോമൻസ്. ബിഡ് റേറ്റ് 1.30. രാജസ്ഥാൻ
രാജസ്ഥാനും ചെന്നൈയാണ് മാറി മാറി വിളിക്കുക. രാജസ്ഥാന് വേണം രാജസ്ഥാന് ഇപ്പൊ ഒരാൾ വേണം അളിയാ. ചെന്നൈക്ക് വേണ്ടി രാജസ്ഥാന് ഒരാൾ വേണം ഇപ്പൊ. എനിക്ക് തോന്നുന്നു രാജസ്ഥാന് തുഷാർ ദേശ്പാണ്ഡെക്കൊക്കെ അത്യാവശ്യം നല്ല ഭുവനേഷ് കുമാർ അങ്ങനത്തെ നല്ല ബോളേഴ്സ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും അത്യാവശ്യം നല്ല. അതെ അതെ അതെ. ക്രിസ്ത്യൻ ജോസഫ് പറഞ്ഞിരിക്കുന്നത് ആരാധക ശല്യം മൂലം ഞാനധികം ഉമ്മറത്ത് വരാറില്ല, പിന്നാമ്പുറത്ത് മാത്രമാണ് പണി. ഓക്കെ, പിന്നാമ്പുറത്ത് പണിഞ്ഞോണ്ടിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ ബാക്ക് ടു വർക്ക്, ബാക്ക് ടു നമുക്ക് ഓപ്ഷനിലോട്ട് വരാം. തുഷാർ ദേശ്പാണ്ഡെ 2.40 ഇനി രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്. രാഹുൽ ദ്രാവിഡ് എന്തെങ്കിലും സാഡ്നെസ് ഉണ്ടെങ്കിൽ വേറെ അപ്പുറത്ത് മാറിയിരിക്കും. RCB ഇരിപ്പുണ്ടല്ലോ അല്ലെ, പുള്ളി RCB ക്യാപ്റ്റൻ ആയിരുന്നില്ലേ ഫസ്റ്റ് സീസണിൽ? അദ്ദേഹം ഫസ്റ്റ് സീസൺ അദ്ദേഹം കൂടുതലും രാജസ്ഥാൻ റോയൽസിലായിരുന്നു അദ്ദേഹം കളിച്ചോണ്ടിരുന്നത്. അല്ല കളിച്ചോണ്ടിരുന്ന ഫസ്റ്റ് സീസണിൽ ക്യാപ്റ്റൻ ആയിരുന്നു. മൂഞ്ചി തോറ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല. മൂഞ്ചി തോറ്റിട്ട്. പക്ഷെ അന്ന് അവനടിച്ചിട്ടോ, നമ്മുടെ ആശാൻ അടിച്ചു. 2.80 സ്കോറായി തുഷാർ ദേശ്പാണ്ഡെ. നല്ല വിളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ. ആര് വിട്ട് നൽകും, വിട്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. 3.20. രാജസ്ഥാൻ ചെന്നൈ വിട്ടു കൊടുക്കുന്നില്ല. രാജസ്ഥാൻ അപ്പുറത്ത് പൊക്കുമ്പോൾ ചെന്നൈ ഇപ്പുറത്ത് പൊക്കും. വിട്ടു കൊടുക്കത്തില്ല, വിട്ടു കൊടുക്കത്തില്ല. രാജസ്ഥാൻ വിട്ടേക്ക് നമുക്ക് ഇവനൊന്നും വേണ്ട, ചീടേഴ്സിനൊന്നും വേണ്ട. നമുക്ക് വിടണില്ല, അതേ പൊക്കിക്കൊണ്ടേയിരിക്കാണ് വിടാൻ. ഫ്ലെമിങ്ങിന് ഒരു ഉദ്ദേശമല്ല വിടാൻ. ഫ്ലെമിങ് സീൻ വിളി വിളിച്ചവരെ പുള്ളി വിചാരിച്ചാൽ വിളിച്ചെടുത്തിരിക്കും എന്നുള്ള മുകളിൽ തുഷാർ ദേശ്പാണ്ഡെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു ഷെയ്ക്ക് പോയതാണ്. നീ കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഷെയ്ക്ക്? ദുബായിലാണ് സംഭവം നടക്കണത്. അതുകൊണ്ട് ഒരു ഷെയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിലൂടെ കുമ്മനടിച്ചു വിടുന്നു. സൗദി അറേബ്യയുടെ ഷെയ്ക്ക് ഉണ്ട്. ദുബായിയുടെ നിനക്ക് വലിയ വ്യത്യാസമില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആരാധകർ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ടീമിൽ വേണ്ടത് പറഞ്ഞാൽ മതി. നമ്മളൊന്നും അല്ലേ. രാജസ്ഥാൻ റോയൽസും ബാംഗ്ലൂരുമാണ് ഇപ്പം വിളിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സാണ് മാറി മാറി വിളിച്ചോണ്ടിരിക്കുന്നത് ദേശ്പാണ്ഡെ. ആരും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഫ്ലെമിങ്സ് നോട്ടിട്ടവർ ആരും അദ്ദേഹം വിട്ടുകൊടുക്കത്തില്ല. 6 കോടി വരെ എത്തി തുഷാർ ദേശ്പാണ്ഡെ. രാജസ്ഥാൻ ചിന്തിക്കുകയാണ്, എങ്ങാനും ഇത് വിളിച്ച് ഞങ്ങളുടെ കാശ് പോകുമോ എന്നുള്ള ടെൻഷനിൽ രാജസ്ഥാൻ ഇരിക്കുകയാണ്. കാശ് പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ വിളിച്ചെടുക്കുന്നുള്ള ഭാവത്തിൽ ചെന്നൈ ഇരിക്കുകയാണ്. ചെന്നൈക്ക് ഇനൊന്നും നഷ്ടപ്പെടാനില്ല, മനസ്സിലായോ? ചെന്നൈക്ക് ഇനൊന്നും നഷ്ടപ്പെടാനില്ല. കപ്പോട് കപ്പാണ് ഷെൽഫിലിരിക്കുന്നത് അല്ലേ? 5 കപ്പ് മുംബൈ ചെന്നൈ 5 കപ്പ് വീതം പങ്കിട്ടേക്കും. അതുകൊണ്ട് ഇത് മാറ്ററേ അല്ല. എത്ര ഫൈനൽ കളിച്ചിട്ടുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ചേക്കുന്നത് ചെന്നൈ. ഏറ്റവും കൂടുതൽ ഫൈനൽ പൊട്ടയാക്കുന്നത് ചെന്നൈയാന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ചാലേ പൊട്ടാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, ഫൈനൽ കളിച്ചാൽ പൊട്ടാം. ഓക്കെ. അപ്പോ മാസ്മരികമായ ഒരു ബിഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 6 ചെന്നൈ എന്ത് നാറുകളാ. ചെന്നൈ ദ്രാവിഡ് എനിക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ദേശ്പാണ്ഡെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ആരാധകനാണ്. അതുകൊണ്ട് എനിക്ക് രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി എന്തോ രാഹുൽ ദ്രാവിഡ് എന്തോ പണിയണെന്നുള്ള മുടിയിലിരിക്കണം അവിടെ. പക്ഷെ ഞാൻ മുംബൈ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ബാക്കിയുള്ള ടീംസ് സഞ്ജു ഒരാള് മതി. ബാറ്റിങ്ങിന്. ബോളിങ്ങിന് പിന്നെ 2-3 പേരുണ്ടല്ലോ, വേറെ ആർച്ചർ ഉണ്ടല്ലോ. അടുത്ത ജെറാൾഡ് കോട്സി. കോട്സി. എനിക്കിപ്പോ കോട്സിന് എനിക്ക് രാജസ്ഥാനിൽ വേണം. ഊളകൾ വിളിക്കുമെന്നോ. കഴിഞ്ഞാണ് മുംബൈ താരമായിരുന്നു. സഞ്ജുവിന്റെ ചെണ്ടയാ. അതുകൊണ്ട് പിന്നെ ഈ സീസണിൽ മുംബൈ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എടുത്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് അത്യാവശ്യം ബോൾട്ടും ബുംറയായിട്ട് നല്ല ചത്ത് ഫീൽഡ് ചെയ്തോളും. വേണമെങ്കിൽ എടുത്തോ. ചത്ത് ഫീൽഡിയുടെ പൊട്ട എടുക്കണം മുംബൈ മണ്ട. കുറെ പൈസ ഉണ്ടല്ലോ അച്ഛൻ്റെ. മുംബൈ എടുക്കേണ്ട ആവശ്യമില്ല. എത്ര പൈസ ഉണ്ടെന്നാണ് 120 കോടി ഇവർക്ക് മുടക്കാൻ പറ്റും. 120 കോടി മുടക്കാൻ പറ്റും. 120 കോടി ബുദ്ധിപരമായി കളിക്കണം. അവന്റെ പേരെന്താ? അവന്റെ പേരെന്താ? അംബാനിയുടെ മോന്റെ പേര് എനിക്ക് ആനന്ദ് അംബാനിയാണ്. ആനന്ദ് അംബാനി അംബാനിയുടെ ചേട്ടന്റെ പേരല്ലേ? നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. എനിക്ക് ആനന്ദ് അംബാനിയുടെ പേരറിയണം. അംബാനിയുടെ മോന്റെ പേര് എനിക്കറിയണം. ആരെങ്കിലും അറിയാവുന്നവരൊന്ന് കമന്റ് ഇടാവോ? കണ്ട പെണ്ണുങ്ങളുടെ പേര് മാത്രം നിങ്ങൾക്ക് അറിയാവോ? ജെറാൾഡ് കോട്സി 1.25 സ്കോർ. അംബാനിയുടെ പേര് മോന്റെ പേര് ഇട്ടിട്ടുണ്ട്. ആരും ഇട്ടിട്ടുണ്ട്? ആരും വിളിക്കുന്നത് നമുക്ക് നോക്കാം. സജീവ് പാല. ആരുടെ? ക്രിസ്റ്റി ഗുഡ്വിൽ. സജീവ് പാല. അതേതാ? നമ്മുടെ മറ്റേ പാലസജിയാണോ? ഞാനെത്തിന്ന് ക്രിസ്റ്റി ജോസഫ്. ക്രിസ്റ്റിക്കാരാണ് പഞ്ചാബ് വിളിക്കുന്നത്. പഞ്ചാബ് ജെറാൾഡ് കോട്സി. പഞ്ചാബ് മാർക്കോ ജോൺസൺ കോട്സി ഒരു സൗത്ത് ആഫ്രിക്കൻ ടീം ആക്കാനുള്ള ഒരു പ്ലാൻ. അതിന്റെ കൂടെ നമ്മുടെ ഡൽഹിയിലാ. ദൈവമേ, പഞ്ചാബ് വിളിച്ചോണ്ടിരിക്കണ്ട. ആർഷർ സിംഗ് ഉണ്ട് പഞ്ചാബില്. ആർഷർ സിംഗ് ഇപ്പൊ അവരുടെ ബോളിംഗ് സെറ്റ് നല്ല സെറ്റാണ്. ആർഷർ സിംഗ് ഒക്കെ ഉണ്ട്.
ഇപ്പം ജെറാഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പഞ്ചാബിനെ ഒരു സൗത്ത് ആഫ്രിക്കക്കാളുള്ള പരിപാടിയാണ്. റിക്കി പോണ്ടിങ് നിസ്സാരക്കാരനല്ല, ജെറാഡ് കോയറ്റ്സിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതാ ഒട്ടും വിട്ടുകൊടുക്കാതെ ചെന്നൈയല്ലേ വിളിച്ചോണ്ടിരിക്കണേ? അല്ലല്ല, പഞ്ചാബും ഗുജറാത്തും. ഗുജറാത്ത് ടൈറ്റിൽസ്. ഓക്കെ, പഞ്ചാബ് നല്ല ടൈറ്റ് മത്സരമാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. 2.20 മിക്കവാറും ഒരു 360 ആകുമ്പോഴത്തേനും മിക്കവാറും പഞ്ചാബിനുള്ള അടിച്ചു കൊടുക്കും ഗുജറാത്ത്, ഇല്ലെങ്കിൽ ഗുജറാത്ത് എടുക്കും തീർച്ചയായിട്ടും. അതാണ് മിക്ക നടക്കാൻ പോകുന്നത്. ഇപ്പം ഗുജറാത്ത് വിളിച്ചോണ്ടിരിപ്പുണ്ട്. ഇനിയിപ്പോ പഞ്ചാബിന് എത്ര 12 കോടി മിച്ചമുണ്ട്, പഞ്ചാബിന് വെറും 12 കോടിയാണ് മിച്ചമുള്ളത്. ഇവന്മാര് ഈ സമയത്ത് കിടന്നിട്ട് പക്ഷെ ഇവന്മാര് സൗത്ത് ആഫ്രിക്കക്കാനുള്ള പ്ലാൻ അതേ ജെറാൾഡ് കോഡ്സിനെ 2.40 ആയി 2.40 കണ്ടോ. പഞ്ചാബ് വിളിച്ചോണ്ടേയിരിക്കും. പഞ്ചാബ് വിട്ടു, പഞ്ചാബ് വിട്ടു. ഗുജറാത്ത് എടുക്കും. ഇനി ഗുജറാത്ത് എടുക്കും. ഗുജറാത്തിന് പണി കിട്ടി. ആശിഷ് നായർ അത് പ്രതീക്ഷിച്ചില്ല, കരയുന്നുണ്ട്. ആശിഷ് നായർ ആശിഷ് നായർ അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടം ആശിഷ് നായർ, എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങളുടെ അഭിപ്രായം എന്താ ആശിഷ് നായറിനെ കുറിച്ച്? എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല ടീമാണ് അദ്ദേഹം എടുക്കത്തുള്ളൂ. തീർച്ചയായും ഗുജറാത്ത് കൊണ്ടുപോയത്. ജെറാഡ് കോയറ്റ്സിനെ നമ്മുടെ മെയിൻ ബോളേഴ്സ് വരാൻ കിടക്കുക. ജെറാഡ് കോയറ്റ്സിനെ നമ്മുടെ ഗുജറാത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ഭുവനേശ്വർ കുമാർ, നമ്മളെല്ലാരും ഭുവനേശ്വർ കുമാർ രാജസ്ഥാൻ എടുക്കണം. 6 കോടി കളയണ്ടായിരുന്നു ഭുവനേശ്വർ കുമാർ. പക്ഷെ എന്തായാലും ഇവരെടുക്കും, സൺറൈസേഴ്സ് എടുക്കും. സൺറൈസേഴ്സ് എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം. കാരണം അത്രയ്ക്ക് നല്ലൊരു ബോളിംഗ് ആണ്. ഹൈദരാബാദിന് വേണ്ടി നല്ല പെർഫോമൻസ് ഒക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബെസ്റ്റ് നോക്ക്. മുംബൈ വിളിച്ചുണ്ട്. നിനക്കറിയാമോ കൈവക്കാനല്ലേ? മുംബൈ നമ്മുടെ ഭുവനേശ്വർ കുമാർ ചെക്കന് വേണ്ടി മുംബൈ. ലക്നൌവും വിളിക്കുന്നുണ്ട്. മുംബൈ ലക്നൌ മാറി മാറി വിളിക്കുവാണ്. നമുക്ക് എവിടെ ചെന്ന് എത്തിക്കും നമുക്ക് നോക്കാം. വിളിയോട് വിളിയാണ്ടത് 4.6 5 അവിടെ ഇവിടെയും പൊക്കി പൊക്കി കളിക്കുക. ഒരു രക്ഷയില്ല. ആരൊക്കെ വിളിക്കുന്നേ? ലക്നൌ മുംബൈ പൊരിഞ്ഞ വിളി. നമ്മുടെ ഭുവനേശ്വർ കുമാർ പൊരിഞ്ഞ വിളി, പൊരിഞ്ഞ വിളി. വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. ലക്നൌ മുംബൈ വിട്ടുകൊടുക്കത്തില്ല. ലക്നൌ പൊരിഞ്ഞ വിളി. മുംബൈ ലക്നൌ ഒരു രക്ഷയില്ല. മുംബൈ അയ്യോ 8.5. ദൈവം 9 കോടി. 9 കോടി. മുംബൈ വിടുന്നില്ല. മുംബൈ ഇല്ല, ഇനി അവന്മാർക്ക് വിളിക്കാനില്ല. അല്ലേ വീണ്ടും വിളിക്കുന്നു. അയ്യോ 10 കോടി വരെ പോവും. 10 കോടി വരെ പോവും. 10 കോടി. ഭുവനേശ്വർ കുമാറിനോട് പൊരിഞ്ഞ വിളി. നിങ്ങൾ കാണുന്നുണ്ടത്. ഭുവനേശ്വർ 10 കോടി അടുക്കുമായി. ആകെ LSGക്ക് 14.85 കോടിയുള്ളൂ LSGക്ക്. മുംബൈ ഇന്ത്യൻസിന് കിട്ടുവാണ്. മുംബൈ വിളിക്കാൻ ചാൻസ് 10 കോടിയാണ് വിളിച്ചു വെച്ചേക്കണം. 10 കോടി. മുംബൈ വിളിക്കോ? ഇല്ലേ? അംബാനിയുടെ മോനെ ആലോചിക്കുകയാണ്. അംബാനിയുടെ മോൻ ഭയങ്കര ആലോചനയില്ല. വിളിക്കണോ? അച്ഛൻ എന്തെങ്കിലും പറയോ എന്നൊക്കെയാണ് പുള്ളി വിചാരിക്കണം. അച്ഛൻ എന്തെങ്കിലും പറയോ തന്നെ. ഇനിയിപ്പോ വിളിക്കാൻ ചാൻസ് കുറവാ. ഇനിയിപ്പോ 10 കോടിക്ക് ലക്നൌ ഉണ്ട്. അവരുടെ പേഴ്സ് ഇനി പാകപ്പാടെ 4 കോടിയുള്ളൂ. ഒരു രക്ഷയില്ല. ഭയങ്കര വിളി. ഭയങ്കര വിളി. അതായത് നമ്മുടെ ഭുവനേശ്വർ കുമാർ മുംബൈ വിളിച്ച് 10.25 മുംബൈ തൂക്കി. വിടുന്നില്ല. LSG വിടുന്നില്ല. മുംബൈ വിട്ട് അവസാനം ഒന്ന് നോക്കി. പക്ഷെ എന്നിട്ട് ലക്നൌ വിടുന്നില്ല എന്നാണ് തീരുമാനം. ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് നമ്മുടെ ഭുവനേശ്വർ കുമാർ ചെക്കൻ. ലക്നൌ ഇത്തവണ ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് സഹീർ ഖാന്റെ നിയന്ത്രണത്തിലുള്ള ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് T20 കാരിൽ 287 കളികളിൽ 300 വിക്കറ്റും 7.3 എക്കണോമിയും 4-ന് 5 വിക്കറ്റും എടുത്തിട്ടുള്ള ഞങ്ങളുടെ കിഡിലൻ ചക്കൻ ഭുവനേശ്വർ കുമാർ ലക്നൌ സൂപ്പർ ജയൻസിലേക്ക്. പക്ഷെ മുംബൈയൊക്കെ ഭുവനേശ്വർ കുമാറിനോട് ഇത്രയും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും. ഇത്രയും വിളിക്കും നമ്മൾ ഓർത്തില്ല. തീർച്ചയായിട്ടും ലക്നൌ ലക്ഷ്യമില്ലാതെ വിളി. ഒരു രക്ഷയില്ല. ലക്നൌവിന് വേണ്ടവരൊക്കെ ഇപ്പൊ അത്യാവശ്യം എടുത്തു. ഇനിയിപ്പൊ ആകെപ്പാടെ ബാലൻസ് ഉള്ളത് 4 കോടിയുള്ളൂ മിച്ചം വന്നേക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു വിളിയാണ്. RCB കൊണ്ടുപോയി. RCB അവസാനം വിളിച്ച് കൊണ്ടുപോയി. ലക്നൌ സൂപ്പർ ജയൻസ് അല്ലട്ടോ. അല്ല, ലക്നൌ വിളിച്ചോണ്ടിരുന്നത് അവസാന നിമിഷം ദൈവമേ. വിരാട് കോഹ്ലി ടീമിലേക്ക്. അടുത്ത മുകേഷ് കുമാർ. വിരാട് കോഹ്ലി ടീമിലേക്ക് ഭുവനേശ്വർ കുമാർ. RCB. വിരാട് കോഹ്ലി ടീമിലേക്ക് ഭുവനേശ്വർ കുമാർ. RCB. അടുത്താണ് മുകേഷ് കുമാറിന് വേണ്ടി ചിലപ്പോൾ മുംബൈ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ ബോൾട്ടും ബുംറയുടെ കൂട്ടത്തെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അത്യാവശ്യം ഡെത്ത് ബോളിംഗിൽ മുകേഷ് കുമാർ അത്യാവശ്യം നല്ല ബോളിംഗ്. മുംബൈ വിളിക്കട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഭുവനേശ്വർ കുമാർ എന്തായാലും RCBയിൽ എത്തി. ഇനി RCB കപ്പടിക്കുമോ ഗൈസ്?
RCBക്ക് കപ്പടിക്കാൻ സാധ്യതയുണ്ടോ? അതെ, ചെന്നൈ വിളിച്ചോണ്ടിരിക്കുകയാണ് മുകേഷ് കുമാറിന് വേണ്ടി. ചെന്നൈയും പഞ്ചാബും വിളിയോട് വിളിയാണ്. ചെന്നൈയും പഞ്ചാബും മുകേഷ് കുമാർ എന്ന കളിക്കാരന് വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണാം. മുകേഷ് കുമാർ എന്നുള്ള കളിക്കാരന് വേണ്ടി വിളിയോട് വിളിയാണ്. ചെന്നൈക്ക് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ടീമാണ്, എന്നിട്ട് പോലും അവര് വിട്ടുകളയുന്നില്ല. അടുത്ത ആളെ എടുക്കുവാന്നാണ് അവര്. മുകേഷ് കുമാർ തീർച്ചയായിട്ടും മുകേഷ് കുമാറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ചെന്നൈ. ബേസ് പ്രൈസ് 2 കോടിയാണ്. ഇപ്പൊ 4.40 കോടിയായി. 4.40 കോടിയായി. വിളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബും ചെന്നൈ മാറി മാറി വിളിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ പഞ്ചാബ് നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചാബാണ് ചെന്നൈയാണ് നിർത്തിയാൽ കൊണ്ടു ആര് കൊണ്ടുപോകുന്നു. ചെന്നൈ പഞ്ചാബ് വിട്ടു കൊടുക്കത്തില്ല. അയ്യോ, പഞ്ചാബ് രക്ഷയില്ല. പഞ്ചാബ് ഇത്തവണ ബോളിംഗ് ലൈനപ്പ് അടിപൊളിയാണ്. പിന്നെ ഇത്തവണ ഒരു കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോന്ന് പോലെ എനിക്ക് അതുപോലെ ടീമിനാണ് പഞ്ചാബ് എടുത്തത്. ബാറ്റിംഗ് ലൈനപ്പ് ആണെങ്കിലും ബോളിംഗ് ലൈനപ്പ് ആണെങ്കിലും പിന്നെ അണ്ടർ റിക്കി പോണ്ടിങ് കോച്ച് മൊത്തത്തിൽ അടിപൊളിയാ ആ ടീം തന്നെ. റിക്കി പോണ്ടിങ് പിന്നെ സഞ്ജുവിന്റെ ഭയങ്കര ആരാധകനാണ്. സഞ്ജുവിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ TV ഓഫ് ചെയ്യാറില്ല എന്നാണ് റിക്കി പോണ്ടിങ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞത്തെ അവരുടെ കോച്ച് റിക്കി പോണ്ടിങ്ങിനെ അവർ ഉപയോഗിച്ചു. അതിന്റെ കൂടെ ഋഷഭ് പന്തിനെ അവർ കളഞ്ഞു. നമുക്ക് കൂടുതൽ KL രാഹുലാണ് ഡൽഹിയിലോട്ട് വന്നേക്കുന്നത്. പുതിയ കോച്ചും കൂടെയാണ്. നമുക്ക് ഡൽഹിയുടെ കളി നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെന്നൈയും വിട്ടുകൊടുക്കുന്നില്ല. ചെന്നൈ വിടുന്നില്ല. എന്താണ് ഇത്ര കോട്ടോ ദൈവമേ. ചെന്നൈ വിട്ടുകൊടുക്കുന്നില്ല. രാജസ്ഥാൻ റോയൽസ് ഫാൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നുണ്ട്. നല്ലൊരു കളിയാണ്. 6 കോടിയിലാണ് ഇപ്പൊ വിളിച്ചെത്തിയിരിക്കുന്നത് മുകേഷ് കുമാർ. ആര് കൊണ്ടുപോകത്തില്ല നമുക്ക് ഇപ്പം കാണാം. നല്ല ലേലോട്ടോ ആണല്ലേ. പിന്നെ ചെന്നൈ വീണ്ടും വിളിച്ചിരിക്കുന്നു. ചെന്നൈ വിട്ടുകൊടുക്കണില്ല. ചെന്നൈ വിട്ടുകൊടുക്കുന്നില്ല. പഞ്ചാബ് വീണ്ടും പഞ്ചാബ് വിളിച്ചിട്ടുണ്ട്. 6.50 കോടി രൂപയായി. പഞ്ചാബിൽ വിളിച്ചാൽ ബബിൾ കഞ്ചാവ് വെച്ചിരുന്ന ഒടുക്കത്തെ കളിയാ. വിട്ടോ ഫ്ലമിംഗ് വിട്ടോ മുകേഷ് കുമാറിന് ഫ്ലമിംഗ് വിട്ടോ. മുകേഷ് കുമാർ പഞ്ചാബ് കിങ്സിന് മുകേഷ് കുമാറിനെ കൊടുക്കാനുള്ള പ്ലാൻ ആണോ? ആണെന്ന് തോന്നുന്നു. പഞ്ചാബ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതാ പഞ്ചാബിലേക്ക് മുകേഷ് കുമാർ പോകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വരാൻ പോവുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിന് ഓപ്ഷൻ ഉണ്ട്. ഡൽഹി എടുക്കുമോ നമുക്ക് നോക്കാം. ഡൽഹിക്ക് ഡൽഹി മിക്കവാറും ഒരു 8 കോർ പറയാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഡൽഹിക്ക് RTM എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൽഹി അതിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ ഡിസ്കസ് ചെയ്യണം എത്ര രൂപ പറയണം. 8 കോർ പറയുന്നതാണ് എന്റെ ഒരു നിഗമനം. RTM ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുകയാണ് ഡൽഹി. RTM ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത പ്രൈസ് പറയാം. അപ്പൊ റിക്കി പോണ്ടിങ്ങായിട്ട് കൂടിയാലോചനയാണ് പഞ്ചാബ് മുകേഷ് കുമാറിനെ വിട്ടുകൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. കാരണം അവരുടെ ഒരു നല്ല പ്ലെയർ ആയിരുന്നു മുകേഷ് കുമാർ. ചെന്നൈയിലോട്ട് പോകാൻ നന്നായി നന്നായി ചെന്നൈയിലോട്ട് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഡൽഹി ഒരു ഉന്നോട്ടിട്ടുണ്ട് മുകേഷ് കുമാറിന്. എന്ത് വരും എന്നുള്ളത് നമുക്കിപ്പോ കാണാം. എന്താകും എന്നുള്ളത് ഇപ്പൊ അറിയാം. ഇപ്പം പറയും. പഞ്ചാബ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എത്ര രൂപ പറയണം. എനിക്കൊന്നൊരു 8 കോർ പറയാൻ നിഗമനം ഉണ്ട് എനിക്ക്. നമുക്ക് നോക്കാം എത്ര പറയുന്നു. നോക്കാം. ഡൽഹി എത്ര പറയും എന്ന് പ്രതീക്ഷിച്ച് അവരിങ്ങനെ നോക്കിയിരിക്കുവാണ്. ഡൽഹിയുടെ ഓണറൊക്കെ. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ 8 കോറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 8 കോടി. ഞാൻ പറഞ്ഞല്ലേ, എന്റെ നിഗമനം ഒന്നും തെറ്റാറില്ല. 8 കോടി ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഡൽഹിക്ക് വേണോ വേണ്ടെന്ന് ഡൽഹി ആലോചിച്ചോണ്ടിരിക്കുകയാണ്. മുകേഷ് കുമാർ 8 കോടിക്ക് എടുക്കണോ വേണ്ടേ എന്ന ആലോചനയിലാണ് ഡൽഹി. ഡൽഹി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും അവർ 20 കണ്ടിട്ട് എടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാംഗുലിയൊക്കെ ആയിട്ട് അവരൊന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. കൂടിയാലോചനകൾ ഗാംഗുലിയായിട്ട് ആലോചിക്കുകയാണ്. ഗാംഗുലിക്ക് വലിയ താല്പര്യമില്ല. ഡിസ്കഷൻ നല്ലൊരു ബോളറാണ് മുകേഷ് കുമാർ. ഭയങ്കര വാശിയുള്ള ബോളറാണ്. ഫൈനൽ റേറ്റ് വന്നിരിക്കുന്നത് 8 കോടിയാണ്. 8 കോടി ഡൽഹി കൊടുക്കുവാണെങ്കിൽ പഞ്ചാബ് വിട്ടുകൊടുക്കും മുകേഷ് കുമാർ. അല്ലെങ്കിൽ 8 കോടിക്ക് പഞ്ചാബ് എടുക്കും തീർച്ചയായിട്ടും. അതാണ് RTM ഓപ്ഷൻ. ഡൽഹി എടുത്തിരിക്കുന്നു 8 കോടിക്ക്. ഡൽഹി എടുത്തു. മുകേഷ് കുമാറിനെ ഡൽഹി എടുത്തു.
കാരണം നല്ലൊരു ഓപ്ഷനാണ്, അത് നല്ലൊരു ബോളറാണ്. കഴിഞ്ഞ കണക്ക് ഡൽഹിക്ക് ഒത്തിരി നല്ലൊരു സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഡൽഹി മുകേഷ് കുമാറിനെ എടുത്തിരിക്കുകയാണ്. അതെ. ദീപക് ചഹർ ദീപക് ചഹർ നല്ലൊരു ബോളറാണ്. മുംബൈ ഇന്ത്യൻസ് വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മിക്കവാറും നടരാജനെ ഇവര് ഡൽഹി കൊണ്ടുപോയി. പിന്നെ ഡൽഹി കിട്ടുന്ന ചെന്നൈ കിട്ടുന്ന ടീമാണ്. അത്യാവശ്യം എല്ലാ വിളിച്ച ടീമിൽ ലക്നൗ നല്ല കിട്ടുന്ന ടീമാണ്. ദീപക് ചഹറിനെ മുംബൈ വിളിക്കുന്നുണ്ട്. മുംബൈ പഞ്ചാബ് മാറി മാറി വിളിക്കും. പഞ്ചാബ് ആരെ കണ്ടാലും വിളിക്കുന്ന രീതിയിലിരിക്കുന്നത്. പഞ്ചാബ് അവർ ഇന്നവരെയാണോന്നില്ല, ആരെ കണ്ടാലും വിളിയാ. അതെ, പഞ്ചാബ് വേറൊരു ടീം വിളിച്ചിട്ടുണ്ട്, അന്നേരം പഞ്ചാബ് വിളിക്കും. അല്ലെങ്കിൽ ആരെയും വിളിക്കത്തില്ല, പ്രത്യേകിച്ച് മുംബൈ. പഞ്ചാബ് നല്ല പ്ലാൻഡ് ആയിട്ടാണ് പഞ്ചാബ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റിക്കി പോണ്ടിങ്ങിന്റെ കീഴില് പഞ്ചാബ് വളരെ നല്ല പ്ലാനിങ്ങിലാണ് പഞ്ചാബ് ഇരിക്കുന്നത്. എന്തായാലും 2.80 ആയി പഞ്ചാബ്, 3 ആയി. ദീപക് ചഹറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ചെന്നൈയിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ദീപക് ചഹറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? മുംബൈയും പഞ്ചാബും. മുംബൈയും പഞ്ചാബും ദീപക് ചഹറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനത്തെ ദീപക് ചഹറിനെ മിക്കവാറും ചെന്നൈ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഓർത്തത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ മുംബൈയും പഞ്ചാബുമാണ് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈക്ക് ഒരു ബോളറും കൂടെ എന്തായാലും നോട്ടമുണ്ട്. അതുകൊണ്ട് മുംബൈ എന്തായാലും ഇത്തവണ ഒരാൾ എടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം മുംബൈ വീണ്ടും വിളിച്ചു. മുമ്പ് ഭുവനേശ്വർ കുമാറെ നോക്കി, പക്ഷെ അതിനെ കിട്ടിയില്ല. ഇപ്പൊ അടുത്ത നമുക്ക് ദീപക് ചഹറിനെ നോക്കുക. അതിനാണ്ട് പഞ്ചാബും വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. തീർച്ചയായിട്ടും മുംബൈ പഞ്ചാബ് ഇപ്പൊ ദീപക് ചഹറിന് വേണ്ടി നല്ലൊരു 1.80 കോടിയായ വീണ്ടും 4.20 കോടിയിലേക്ക് മുംബൈ വിളിച്ചിരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു മുംബൈ ഇത്തവണ കൂടുതലും ബോളിംഗ് ലൈനപ്പ് സെറ്റ് ആക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബോൾട്ടും ബുംറയുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ നോക്കും. പക്ഷെ പഞ്ചാബും മുംബൈ മാറി മാറി വിളിക്കുവാണ്. തീർച്ചയായിട്ടും മുംബൈ വിട്ടുകൊടുക്കുന്നില്ല. ദീപക് ചഹറിനെ മുംബൈ വിട്ടുകൊടുക്കുന്നില്ല. ദീപക് ചഹറിനോട് പൊരിഞ്ഞ വിളിയാണ് മുംബൈ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവസാനമാകുമ്പോഴത്തേനും വിട്ടുകൊടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. മുംബൈ ഒറ്റ വീടിലായിരിക്കും ഒരു 10 പേർ ഭുവനേശ്വർ കുമാറിനൊക്കെ എടുത്തതുപോലെ അവസാനമാകുമ്പോഴത്തേനും ബാക്കിയുള്ളവരുടെ പേഴ്സിൽ പൈസ എടുക്കാൻ പറ്റും. അത് നല്ലൊരു തീരുമാനമാണ്. ഭയങ്കര വിളിയാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ദൈവമേ, കിഡിലൻ വിളിയാ വിളിച്ചോണ്ടിരിക്കുന്നത്. മുംബൈ വിളിക്കുന്നു. മുംബൈയുടെ പൊരിഞ്ഞ വിളിയാണ് മുംബൈ വിളിച്ചോണ്ടിരിക്കുന്നത്. 5.50 ക്രോറായി. ഒന്നും പറയാനില്ല. 6.25 നല്ല പ്ലെയറാണ്. വിളിച്ചോണ്ടിരിക്കുകയാണ്. ദീപക് ചഹർ വളരെ നല്ലൊരു പ്ലെയർ ഉണ്ടോ ഗൈസ്. അതുകൊണ്ട് ദീപക് ചഹറിന് ഏത് ടീമിന് കിട്ടിയാലും അതൊരു അസറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അല്ലെ 6.50 ആരാ മുംബൈ പഞ്ചാബും തന്നെ വിളിക്കുന്നത്. എന്തായാലും ഇത് 7 ക്രോർ ദീപക് ചഹറിന് 7 ക്രോർ. ബേസ് പ്രൈസ് വെറും 2 ക്രോർ. 2 ക്രോറാണ് ഏറ്റവും ബെസ്റ്റ് ബേസ് പ്രൈസ്. പക്ഷെ ഇപ്പതേ 7 ക്രോറിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വിളി. 7 ക്രോർ താണ്ടി പോകുന്നു. നല്ല വിളിയാണ് ദീപക് ചഹർ. നല്ലൊരു, എനിക്ക് ഭുവനേശ്വർ കുമാറിനെക്കാളും കൂടുതൽ പ്രൈസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കാരണം അതൊക്കെ നല്ലൊരു ഡെഡ് ബോളറാണ്, അടിപൊളിയാണ്. മുംബൈയും പഞ്ചാബും തന്നെയാണ് 8 കോടിയിലോട്ട് എടുക്കുകയാണ്. മുംബൈക്ക് പിന്നെ ഒന്നും നോക്കണ്ട. കാരണം മുംബൈക്ക് ഇതൊക്കെ വലിയ മാറ്ററേ അല്ല. മുംബൈക്ക് അല്ലേ, മുംബൈക്ക് ഒന്നും വലിയ മാറ്ററേ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പോണം. അപ്പൊ മുംബൈ ദീപക് ചഹറിനെ സ്വന്തമാക്കോ? പക്ഷെ സമ്മതിക്കണ്ടേ? മുംബൈ ആണോ? മുംബൈ ഇന്ത്യൻസ് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം. മുംബൈ ഇന്ത്യൻസ് ഉറപ്പിച്ചിട്ടില്ല. ഓക്കെ ദീപക് ചഹർ 7.75. ചെന്നൈയിലെ കിഡിലൻ ബോളറായിരുന്ന ദീപക് ചഹർ 7.75 CR മുംബൈ വിളിച്ചിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിലേക്ക് പഞ്ചാബ് ആലോചിക്കട്ടെ. മുംബൈ വിളിക്കണം. ഗൈസ്, മുംബൈ ടീമിനെ കുറിച്ച് എന്താ അഭിപ്രായം? 8.25 കോടി. ചെന്നൈ വിളിച്ചു. ചെന്നൈ വിടുന്നില്ല മോനെ, വിട്ടുകൊടുക്കുന്നില്ല. മുംബൈ വിട്ടുകൊടുക്കുന്നില്ല. മുംബൈനെ വെച്ച് കളിക്കല്ലേ ചെന്നൈ. ഇത് വാശിയാവും. സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻ തമ്മിലുള്ള വാശിയാവും. ചെന്നൈക്ക് ആകെ 13 കോടിയേ ഉള്ളൂ. മുംബൈക്ക് 25 കോടിയുണ്ട്. പിന്നെ ഒന്നാമത് അച്ഛന്റെ പേര് അംബാനി എന്നാണ്. 9.25. അംബാനി ആണെങ്കിൽ ആർക്കാണെങ്കിലും എല്ലാ ടീമിനും സെയിം തുകയാണ് കൊടുത്താക്കുന്നത്. അംബാനിയുടെ മകൻ ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിക്കുകയാണ്. അവനൊരു നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെന്നൈ വന്നപ്പോ ഞങ്ങളുടെ അരിശം മൂത്തവന് മനസ്സിലായോ?
മുംബൈ കൊണ്ടുപോയിരിക്കുന്നു. അതാ ദീപക് ചഹർ 9.25 കോടിക്ക് മുംബൈ കൊണ്ടുപോയി. മുംബൈ ഇന്ത്യൻസ് അങ്ങനെ ഞങ്ങൾ മുംബൈയുടെ ബോളിംഗ് ലൈൻ ഇപ്പൊ വീണ്ടും ഒന്നും കൂടെ സെറ്റ് ആക്കി. ദീപക് ചഹർ ബോൾട്ട് ഇതെന്ത് വേണം ദിക്ക് മുംബൈയുടെ പൊഴുകി തിന്നി. ആകാശ് ദീപ് ഇവന്മാരൊക്കെ എന്തിനാ മരപ്പാഴുകളെ പോലെ? അവരൊരു ബാക്കിയുള്ള നല്ല ടീംസിന് എടുത്തിട്ടുണ്ട്. വെറുതെ ഇരിക്കുമാരി. ആകാശ് ദീപ് ബാംഗ്ലൂർ താരമായിരുന്നു അദ്ദേഹം. ആകാശ് ദീപിനെ എടുക്കുമോ നിങ്ങള്? ആകാശ് ദീപിനെ കൊള്ളാം. എത്ര ഉണ്ട് 25 മെസ്സേജ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാവുന്നതാണ്. നിങ്ങളുടെ ടീം ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് പറയേണ്ടതാണ്. ഞാൻ മുംബൈ ഇന്ത്യൻസ് താരമാണ്. എന്റെ ടീമിൽ ഞാൻ രാജസ്ഥാൻ റോയൽസ് ആണ്. എനിക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ഈ സമീപനത്തിന് എനിക്ക് ഒരു നിരാശയുണ്ട്. കാരണം രാഹുൽ ദ്രാവിഡ് വരെ ഒരുമാതിരി എന്താണ് വെറുതെ ഭയങ്കര നിരാശയിരിക്കാൻ. മുംബൈക്കിന് 15 കോടിയാണ് മിച്ചമുള്ളത്. 15.85. ആകാശ് ദീപിനെ വിളിക്കുന്നുണ്ട്. ചെന്നൈ തോന്നുന്നു. ചെന്നൈ ലക്നൗ മാറി ആകാശ് ദീപിനെ വിളിക്കുന്നത്. ആകാശ് ദീപിന്റെ ബേസ് പ്രൈസ് 1 കോടിയാണ്. ഇപ്പൊ 1 കോടി കടന്ന് 3.40 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആകാശ് ദീപിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയും ലക്നൌവും. ലക്നൗ ഭയങ്കര സംഭവമാണ്. സഹീർ ഖാന്റെ ഒപ്പം ഭയങ്കര വിളിയാ വിളിച്ചോണ്ടിരുന്നത്. ലക്നൗ സഹീർ ഖാനൊപ്പം നല്ലൊരു ടീമിനാണ് ലക്നൗ പിടിച്ചെടുത്തിട്ടുണ്ട്. ലക്നൗ അതെ. എനിക്ക് പഞ്ചാബിന് കുറെ കളിക്കുന്നില്ല. പഞ്ചാബ് നല്ല ടീം എടുത്തിട്ടുണ്ട്. ഡൽഹി കുഴപ്പമില്ല. ഡൽഹി അത്യാവശ്യം നല്ല. ഡൽഹിയില് സ്റ്റാർക്കും നടരാജൻ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബോളേഴ്സ്. ഒരു നല്ല ബോളിംഗ് ലൈനപ്പാണ് ഡൽഹിയില്. തീർച്ചയായിട്ടും. പഞ്ചാബിൽ ആർഷീപ് സിംഗ് അതുപോലെ അവര് വന്നൊക്കെ അടിപൊളി. പഞ്ചാബിലും നല്ല ബോളിംഗ് ലൈനപ്പ് ഉണ്ട്. അപ്പൊ മുംബൈക്കും അത്യാവശ്യം നല്ല ബോളിംഗ് ലൈനപ്പായി പേഴ്സേഴ്സില്. തീർച്ചയായിട്ടും 6.50 കോടി 6.50 കോടി ആകാശ് ദീപിനോട് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരെ കൊണ്ടുപോകും തീർച്ചയായിട്ടും. രാജസ്ഥാനൊന്നും ആരും വിളിക്കണില്ല. ആരെയും വേണ്ട. ചെന്നൈ ഒഴിവാക്കി. ചെന്നൈ ഇപ്പം പഞ്ചാബും ലക്നൌവും തമ്മിലാണ് വിളിക്കുന്നത്. പഞ്ചാബ് ലക്നൌ വിളിയോട് വിളി 7 കോടിയായി. 7 കോടി ആകാശ് ദീപിന് 7 കോടി. അതാരത്? ലക്നൌ അല്ലേ? ഇവർ പൈസ കുറയ്ക്കാൻ വേണ്ടി ഇവർ മണിപ്പൂർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞ അംബാനി കളക്കളിയാണ്. ഇപ്പൊ അംബാനിയാണ് വിളിക്കുന്നത്. ഇപ്പൊ അംബാനിയല്ല, മൊത്തത്തിൽ കളക്കളിയാണ്. ഈ ബിഡിങ് ആരും വിശ്വസിക്കരുത് ഗൈസ്. ബിൽഡിംഗ് ഒന്നും ആരും വിശ്വസിക്കരുത്. നമ്മള് മണ്ടന്മാരാവുകയാണ് ഗൈസ്. മുംബൈ ഫാൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും അംബാനി അംബാനിയുടെ മൊത്തത്തിലുള്ള പ്ലാനാണ്. മണ്ടന്മാരാണ് രാജസ്ഥാൻ. സഞ്ജു ഒറ്റാളുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ല പിന്നെ എല്ലാരും മനസ്സിലാക്കിയിട്ടാണ് എല്ലാ ടീമിനും ഗൈസ്. നിങ്ങൾ പറയൂ കള്ളക്കളിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ആകാശ് ദീപിന് 8 കോടിയായ. പഞ്ചാബും ലക്നൌവും ആണ് വിളിയോട് വിളി. ആകാശ് ദീപിന് 8 കോടി. ആകാശ് ദീപ് 8 കോടി. ആകാശ് ദീപ് 8 കോടി. ഒരു തരം ആകാശ് ദീപ് 8 കോടി 2 തരം. ലക്നൌ വിളിക്കണോ ഒന്ന് പാതൊന്ന് പറയണ്ട. ഇതൊക്കെ സമയം അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഇപ്പൊ RTM ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പൊ RTM ഇപ്പൊ തീരുമാനിക്കും. റോയൽ ചലഞ്ചേഴ്സ് തീരുമാനിക്കുകയാണ് ആകാശ് ദീപിനെ വേണോ വേണ്ടെന്നുള്ളത്. 8 കോടിയാണ് ബാക്കിയുള്ളത്. എന്റെ പൊന്നു മണ്ടന്മാരെ വേറെ ആരെങ്കിലും എടുക്ക്. ലക്നൌ കൊണ്ടുപോയി. RCB എടുത്തില്ല. ബുദ്ധിപരമായ നീക്കം. എനിക്ക് തോന്നുന്നു ബുദ്ധിപരമായ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് RCB എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒറ്റ കപ്പില്ല. ചായ ഗ്ലാസ് പോലും കുടിക്കാറില്ല തോന്നുന്നുണ്ട്. ചായക്കപ്പ് പോലും ഇല്ല. ഫെർഗൂസൻ എത്തിയിരിക്കുകയാണ്. പൊരിഞ്ഞ വിളിയായിരിക്കും. പക്ഷെ ആകെ 15 കോടിയുള്ളൂ മാക്സിമം. എല്ലാ ടൈമിലും 15 കോടിയുള്ളൂ. ഫെർഗൂസിന്റെ ഒക്കെ വിധി ആലോചിച്ച് നോക്കണം. കാരണം വല്ല കുറെ കോടികളുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ അല്ലെ അടിക്കാറുണ്ട്. ഇവരെ ഇടുന്ന ലിസ്റ്റ് അനുസരിച്ചല്ല ആൾക്കാർ ഇത് ഇടുന്നേ. അതനുസരിച്ചാണ്. കോഴയാണിത് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോഴയാണ്. എന്നാലും ഞങ്ങൾ ചുമ്മാ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാ പേരും ബിസിനസ് ആണ്. അതന്നെ, എല്ലാം ബിസിനസ് ആണ് അവന്മാർക്ക്. കാരണം അംബാനിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് 23.3 കോടി പേരാണ്. വെരി ഗുഡ്. നമ്മുടെ ലൈവിലും അത്യാവശ്യം നല്ല പങ്കാളിത്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ബിഡ് ഇട്ടിരിക്കുന്നത് 2 കോടി. 2 കോടി RCB ബാംഗ്ലൂർ. ഫെർഗൂസൻ വിളിക്കാണ് ബാംഗ്ലൂര്. പഞ്ചാബ് കൊണ്ടുപോയി. പഞ്ചാബ് 2 കോടിക്ക് ഫെർഗൂസൻ എടുത്ത് എന്തിനാ പോണത്? പഞ്ചാബ് വരുന്നവരെല്ലാം എടുക്കും. ആര് വന്നാലും ഞാൻ റെഡി. അലമ്പാണിത്. റക്കി പോണിങ്ങനെ കളിയത്
റിക്കി പോണ്ടിനെ കളിയത്. അതെ, റിക്കി പോണ്ടിങ് കോഴ കളിച്ചിട്ടുണ്ട്. റിക്കി പോണ്ടി കോഴ ഗൈസ്. ആരെന്ത് ഫെർഗൂസൺ അല്ലല്ല, ഫെർഗൂസൺ ഓസ്ട്രേലിയൻ താരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഫെർഗൂസൺ ഓസ്ട്രേലിയൻ താരമാണ്. ഓസ്ട്രേലിയൻ താരം ഫെർഗൂസൺ ന്യൂസിലാൻഡ് സോറി ന്യൂസിലൻഡ്. ഞാൻ കളി വിട്ടു. ന്യൂസിലൻഡ് താരം. ഞാൻ അവന്റെ സ്കിൻ കളർ കണ്ടപ്പോ ഓസ്ട്രേലിയൻ. സോറി ന്യൂസിലാൻഡ് കുറച്ച് സമയത്തേക്ക് ഞാൻ അവനെ ഓസ്ട്രേലിയൻ ജേഴ്സിയിൽ നിന്ന് സങ്കല്പിച്ച് പോയി ഗൈസ്. സോറി, കളി അറിയാത്തോണ്ടാക്കി. എനിക്കറിയാം. അപ്പൊ എന്തായാലും ഫെർഗൂസനെ റിക്കി പോണ്ടിങ് സ്വന്തമാക്കിയിരിക്കുകയാണ് പഞ്ചാബ്. അതെ, അടുത്ത ഓപ്ഷൻ ആരാ നമുക്ക് നോക്കാം. രാജസ്ഥാൻ റോയൽസിന് വെറും 6 കോടി 13 പ്ലേസിന് എടുക്കണു. 6 കോടി. അതെ. എന്റെ ദൈവമേ, 13 പ്ലേസ് ആയി അവർക്ക്. ഇനി 6 കോടി കൂടി ബാക്കിയുണ്ട്. മുത്തയ്യ കിരിയാണല്ലോ, മുത്തയ്യ മുരളീധരൻ. മുജീബ് റഹ്മാൻ നല്ലൊരു സ്പിന്നറാണ്. നമുക്ക് വേണ്ട, പക്ഷെ രാജസ്ഥാന് വേണ്ട. ഇനി സ്പിന്നറിനെ വേണ്ട രാജസ്ഥാൻ. പക്ഷെ മുംബൈക്ക് വേണമെന്നാണ് ഞങ്ങൾക്ക് വേണ്ട. രാജസ്ഥാന് പുഴുങ്ങി തിന്നി. മുജീബുർ രാജസ്ഥാന് വേണ്ട കൈസ്, ഞങ്ങൾക്ക് വേണ്ട കൈസ്. നിങ്ങളെടുത്തോ. മുജീബുർ റഹ്മാൻ. പക്ഷെ നല്ലൊരു മുംബൈ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എടുക്കുമോ നമുക്കറിയാം, കാരണം നല്ലൊരു സ്പിന്നറാണ്. ഒന്നാമത്തെ കാര്യം, മുംബൈയുടെ അടുത്ത് പൂത്ത കാശുണ്ട്. പൂത്ത കാശ് എത്ര കാശുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും സെയിം തുകയാണ് കൊണ്ടുവന്നത്. 120 കോടി. കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ 120 കോടി. 120 കോടിയുടെ മൊത്തമുള്ളൂ. പക്ഷെ അംബാനിയുടെ ഒരു കളികളില്ല. ആരൊക്കെ എന്ത് വിളിക്കണം എന്നുള്ളൊരു പ്ലേ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്ലേ ഇല്ല, എല്ലാ ടീമും ഒരേ ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഞ്ചാബ് ഒക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ എടുത്താക്കുന്നത്. അവര് നല്ല കോഴ വെച്ചിട്ടാണ് അവർക്ക് താല്പര്യം. നമ്മുടെ ഇന്ത്യ ജയിച്ചോ? ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചോ? ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചു. മുജീബ് റഹ്മാൻ അൺസോൾഡ്. മുജീബ് റഹ്മാൻ ആരും എടുത്തില്ല പാവത്തിന്. കറിയായിരിക്കും ഇനി പാവം. ആർക്കും വേണ്ടാത്ത മുജീബ് റഹ്മാൻ. പക്ഷെ അദ്ദേഹത്തെ ഗൈസ് ആർക്കും വേണ്ട ഗൈസ്, ആർക്കും വേണ്ട. അടുത്തതാ അല്ലാ ഗസൻഫാർ. ഒരു വായിക്കൊള്ളാത്ത പേരാണ്, പറയാൻ പറ്റത്തില്ല. അല്ലാ ഗസൻഫാർ 16 മാച്ചിന് 29 വിക്കറ്റ് ഉണ്ട്. കിടിലം ബോളറാ അല്ലാ ഗസൻഫാർ. കിടിലം ബോളറാ 16 മാച്ചിന് 29 വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതും 5.7 എക്കണോമിയിൽ. ബെസ്റ്റ് 12 റൺസിന് 4 വിക്കറ്റ്. കിടിലം ബോളർ. അവന് 75 ലക്ഷം ബേസ് പ്രൈസ്. വിളിയോട് വിളിയാണ്. ബാംഗ്ലൂരും കൊൽക്കത്തയും ഭയങ്കര വിളി വിളിക്കുന്നത്. അപ്പൊ അവനെ കിട്ടിയ വെറുതെ സീനായിരിക്കുന്നതാണ്. ഇത്തവണ പഞ്ചാബ് വിളിച്ചില്ല. സാധാരണ പഞ്ചാബാണ് ആദ്യമേ കൊടുക്കുന്നത്, മേടിക്കുന്നു. അപ്പൊ അല്ലാ ഗസൻഫാറിന് വേണ്ടി വിളിയോട് വിളി. കൊൽക്കത്തക്ക് 8 കോടി ബാക്കിയുള്ളൂ. RCBക്ക് 14 കോടിയുണ്ട്. ആരോ കണക്കാക്കിയിരിക്കുകയാണ് RCB. കോഹ്ലി പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്ലെയറിന് എനിക്ക് വേണം, കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കപ്പടിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കപ്പടിച്ചില്ലെങ്കിൽ എന്നൊന്നും പറയരുത്, എനിക്ക് ഈ പ്ലെയറിനെ വേണം. ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനെ കിട്ടാത്തോണ്ടായിരിക്കും ചിലപ്പം കപ്പടിക്കാത്ത. കൂടിപ്പോയോണ്ടാ പ്ലേയേഴ്സ് കൂടിപ്പോയോണ്ടാ. 75 ലക്ഷത്തിന് അതായത് 1.7 CR 1.70 കോടി വിളിക്കണണ്ട. കൊൽക്കത്തയും ബാംഗ്ലൂരും തമ്മിൽ മാറി വിളിയാണ്. കൊള്ളാം. ആര് കൊണ്ടുപോകും എന്ന് നമുക്ക് നോക്കാം. ആര് കൊണ്ടുപോകും? അല്ലാ ഗസൻഫാർ എന്ന യുവ കളിക്കാരനെ ആര് കൊണ്ടുപോകും? 16 കളിയിൽ നിന്ന് 29 വിക്കറ്റ്, 5.7 എക്കണോമിയും 12 റൺസിന് 4 വിക്കറ്റ് നേടിയ മിടുക്കനാണ് അല്ലാ ഗസൻഫാർ. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ബാംഗ്ലൂർ കൊണ്ടുപോയി അത്തരമൊന്നല്ല. കാരണം ഇത്തരത്തിലുള്ള പുതിയ പ്ലേയേഴ്സിനെ പരിശീലിക്കണം. നിങ്ങൾ ഒരുമാതിരി മറ്റേ സോ കോൾഡ് ആയിട്ടുള്ള VIP വെച്ചിട്ട് മൂഞ്ചിക്കണ പരിപാടി നിർത്തണം. അതെ, ബാംഗ്ലൂർ വീണ്ടും വിളിച്ചിരിക്കുന്നത്. പഞ്ചാബൊക്കെ കൂടുതലും പഴയ ആൾക്കാരൊക്കെയാണ് എടുത്താക്കുന്നത്. അത്യാവശ്യം വന്ന വമ്പൻ താരങ്ങളെല്ലാം പഞ്ചാബും ലക്നൌ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സ് ഫുള്ള് ചെന്നൈയിലോട്ടാണ് ചെന്നേക്കുന്നത്. 2.20 CR ആയിട്ടോ. 2.5 കോടിയായി. ബേസ് പ്രൈസ് 75 ലക്ഷത്തിനാണ് 2.20 CR ആയത്. 2.40. അപ്പൊ എന്തായാലും നല്ലൊരു വാശിയേറിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. 2.60 ആയി. വിളി ആര് വിളിക്കും നമുക്ക് നോക്കാം. 3 കോടി വരെ പോകുന്നു. 3 കോടി. അതെ 3.20 ആയി. വിടണല്ലോ, ചെക്കനോടല്ലോ. ഒരു ടീം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പടയെന്ന് വിളിയാ. മുംബൈ കളത്തിലേക്ക് മുംബൈ വിളി തുടങ്ങി. അല്ലാ ഗസൻഫാറിനോട് മുംബൈ നല്ല ബോളറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മുംബൈ വരികയാണ്. മുംബൈ വിളിക്കണ ചെക്ക വിളിക്കും. മുംബൈ 3.40. മുംബൈ 3.60. മുംബൈ 3.60. അല്ലാ ഗസൻഫാർ എന്നുള്ള യുവ കളിക്കാരന് വേണ്ടി, സ്പിന്നർക്ക് വേണ്ടി മുംബൈ ഇതാ വീണ്ടും ഒന്നിച്ചൊക്കെ പോക്കുന്നേ. മുംബൈയും കൊൽക്കത്തയും ഷാറുഖ് ഖാനും അംബാനി തമ്മിലുള്ള പോരാട്ടം.
4 കോടി 75 ലക്ഷത്തെ 4 കോടി വരെ എത്തിയത് നോക്കണം. പൊന്നോ 75 ലക്ഷം ബേസ് പ്രൈസ് ഇന്ന് ചെക്കന്റെ 4 കോടിയിലേക്ക്. ഇവനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അവന്റെ പേരാണ് അല്ലാ ഗസൻഫർ. അതെ, കൊൽക്കത്തക്ക് വെറും 8 കോടിയേ ഉള്ളൂ. അതേതാണ് അവരിപ്പോ 4 കോടി വരെ കളിച്ചേക്കുന്നത്. ഇപ്പൊ ഇനി മുമ്പോട്ട് അവര് വിളിക്കുമോ നമുക്ക് നോക്കിയിരിക്കാം. വിളിക്കൂലേ തമ്പുരാൻ അറിയാലേ. ഇനിയിപ്പോ ഇവര് വിളിച്ചെങ്കിൽ ഇനിയിപ്പോ വെറും 4 കോടിയെ കൊൽക്കത്തയുടെ പേഴ്സിലുള്ളൂ. അതുകൊണ്ട് കൊൽക്കത്ത ഇനി വിളിക്കുവോ ഇല്ലയോ എന്നാണ്, വിളിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവും തമ്പുരാൻ അറിയാം. ഓക്കെ, എനിക്ക് മറ്റവനെ കൂടെ തന്നെ. കൊൽക്കത്ത ഒന്ന് ആലോചിക്കാൻ സമയം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും. ഇതിൽ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് എത്ര പേരുണ്ട്? ഒന്ന് മുംബൈ ഇന്ത്യൻ ഫാൻസിലൊന്നും മുംബൈ ഇന്ത്യൻ രാജസ്ഥാൻ ഫാൻസ് ഉണ്ടോ? മുംബൈയുടെ ഫാൻസ് രാജസ്ഥാൻ ഫാൻസ് ഉണ്ട്. ഹായ്, ഞാൻ ഉറക്കൊന്നും ഇരിക്കും. മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ പയ്യന്മാര് എവിടെ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ഇവരെ നമ്മളെ മുംബൈ ഇന്ത്യൻസിനെ വാതുവെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. തിരിച്ചടിക്കണം. ഞാണ്ടാ കൊൽക്കത്ത വീണ്ടും വിളിച്ചു. കൊൽക്കത്ത മുംബൈ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഇനി കൊൽക്കത്ത വിളിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊൽക്കത്ത വിളിക്കാൻ സംഭവമില്ല. ആർഷു ഹായ്, നിങ്ങൾ ഏത് ഫാൻസ് ആണ്? മുംബൈ ആണ്, മുംബൈ ഇന്ത്യൻസ് ഫാൻസ് അല്ലേ? ആരാ പറഞ്ഞേ? ആർഷു. ഓ, ആറാണ്. ഹായ് ആർഷു ഹായ്ഡാ ആർഷു. ഇവിടെ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ആരും ഇല്ലേ എനിക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി? രാജസ്ഥാൻ റോയൽസ് എത്തി മോനെ, രാജസ്ഥാൻ റോയൽസ് എത്തി. നമ്മളെല്ലാം സഞ്ജുവിന്റെ ആൾക്കാരാണ്. നമ്മള് സഞ്ജുവിന്റെ ആൾക്കാരാ, മനസ്സിലായി. ഇപ്പൊ കൊൽക്കത്ത 4.60 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിളി 4.60 കോടി. അല്ലാ ഗസൻഫർ. മുംബൈനെ വിളിക്കുമല്ലോ എന്നാണ് നമുക്ക് നോക്കിയിരിക്കേണ്ടത്. മുംബൈ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഷാജി വർഗീസ് പറഞ്ഞിട്ടുണ്ട് ആർ മൈ ഫേവറേറ്റ് ടീം എന്ന്. KKR വന്നിട്ടുണ്ട്. വെരി ഗുഡ് വരട്ടെ. മുംബൈ വീണ്ടും വിളിച്ചിരിക്കുന്നു. മുംബൈ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് വെള്ളം. കൊൽക്കത്ത വിട്ടിരിക്കുന്നു. ഇനി ആര് വിളിക്കും നമുക്ക് നോക്കാം. മുംബൈ കൊണ്ടുപോവോ വേറെ ടീം വിളിക്കുമോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. ഇവിടെ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ആരും ഇല്ലേ? ഞാൻ ഒറ്റയ്ക്ക് 5 തവണ കപ്പടിച്ച് നമ്മുടെ മുംബൈക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണം. മുംബൈ കൊണ്ട് 4.80 കോടി രൂപയ്ക്ക് അല്ലാ ഗസൻഫാറിനെ മുംബൈ സ്വന്തമാക്കിയിരിക്കുന്നു. ബോട്ട് ദീപക് ചാർ, കരൺ ശർമ്മ, റിക്കൾട്ടൺ. നല്ലൊരു ടീമിനാണ് മുംബൈ ഇപ്പൊ സെറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അംബാനിക്ക് കോഴ കളിക്കാനുള്ള ടീമായി ഗൈസ്. അതെ. രാജസ്ഥാൻ റോയൽസ് നമ്മുടെ ചെക്കന്റെ വേർപ്പിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയം. മനസ്സിലായോ? അതായിരിക്കും വേർപ്പും തുന്നി കിട്ട കുപ്പായോ. വേർപ്പ് തുന്നിയിട്ട കുപ്പായോ അല്ലേ? അയ്യോ സഞ്ജു നമുക്ക് സ്വന്തം ആളാ. പക്ഷെ മുംബൈ വിട്ടുള്ള കളിയില്ല. മുംബൈയും പക്ഷെ സഞ്ജുവിന്റെ ബാറ്റിംഗ് സഞ്ജു ഔട്ടാകാൻ നമ്മൾ നോക്കും. പക്ഷെ മുംബൈ സഞ്ജു ഔട്ടായാലേ ജയിക്കുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ നീ എന്ത് ചെയ്യും? മുംബൈ ജയിക്കാൻ പറഞ്ഞു. പ്രാർത്ഥന മലയാളികളുടെ പ്രാർത്ഥനയാണ്. മുംബൈ വിട്ടുള്ള പരിപാടിയില്ല. രോഹിത് ശർമ്മ പോയടാ. പക്ഷെ മുംബൈ പോയില്ലേ? ഇല്ലല്ലേ? മുംബൈയിലുണ്ട് സഹകളിക്കാരനായിട്ടല്ലേ? എന്താണെങ്കിലും മുംബൈ കളിക്കുന്നുണ്ട്, അത് മതി. അക്കീൽ ഹുസൈൻ, വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ. അക്കീൽ ഹുസൈനൊക്കെ ആര് കൊണ്ടുപോകും നമുക്ക് നോക്കാം. അൺസോൾഡ് ആവോ ആരും കൊണ്ടുപോകുമോ എന്ന് നമുക്ക് നോക്കാം. കൺട്രി വെസ്റ്റ് ഇൻഡീസ്, സ്പിൻ, ഏജ് 31. നല്ലൊരു പെർഫോമൻസ്. IPL ഇതുവരെ കളിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് ശരിയായില്ല. KKR 5 മണി അൺസോൾഡ്. അഖിൽ ഹുസൈൻ കൊണ്ടുപോയില്ല, അൺസോൾഡ് ആക്കിയിരിക്കുകയാണ്. 10-25 പേരോളം കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. 25 പേരോളം 30 പേരോളം നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് ആദിൽ റഷീദ് എന്ന് പറഞ്ഞൊരു കളിക്കാരനാണ്. അൺസോൾഡ്. അഖിൽ ഹുസൈൻ അൺസോൾഡ് ആയി. ഇപ്പൊ ആദിൽ റഷീദ് വന്നിരിക്കുകയാണ്. അതെ, സ്പിന്നറാണ്. 36 വയസ്സുണ്ട് ആദിൽ റഷീദ്. സഞ്ജുവിന് കളിയാക്കണ്ടാവൻ. അതെ തന്നെ. സഞ്ജുവിനെ കളിയാക്കണ്ടാവും നിന്നോട്.
പക്ഷെ സഞ്ജു നമ്മള് കളിയാക്കില്ല. ഞാൻ പറഞ്ഞ മുംബൈയാണ് ഞങ്ങളുടെ മെയിൻ. 316 T20 മത്സരത്തില് 354 വിക്കറ്റാ, 2 റൺസിന് 4 വിക്കറ്റ്. അയ്യോ, ഭയങ്കര പ്ലെയർ ആണ്. പക്ഷെ ആരും എടുക്കൂലെന്ന് തോന്നുന്നുണ്ട്. അൺസോൾഡ്. പക്ഷെ ആരെങ്കിലും എടുക്കൂന്ന് ഓർത്താണ് നമ്മൾ ഇരുന്നത്. അൺസോൾഡ്. ഓ ഷിറ്റ്. കൊള്ളാം. കേശവ് മഹാരാജ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക, നമ്മുടെ പയ്യൻ കേശവ് മഹാരാജ്. കഴിഞ്ഞ തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചാണ് കേശവ് മഹാരാജ്. ഈ തവണ രാജസ്ഥാൻ എടുക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. രാജസ്ഥാൻ ഇപ്പൊ ആവശ്യത്തിന് സ്പിന്നേഴ്സ് ആയി. അതെ, പക്ഷെ നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് കേശവ് മഹാരാജ്. അതെ. മഹാരാനെ കിട്ടുന്ന അടിപൊളി ആയിക്കോട്ടെ. അസ്രങ്ക നല്ലൊരു ഓൾറൗണ്ടർ ആണ്, സ്പിന്നറാണ്. അത്യാവശ്യം സഞ്ജുവിന് കളിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് അശ്വിന് പകരം. പക്ഷെ അശ്വിൻ തന്നെയാണ്. കാരണം അത് സച്ചിനെ പറ്റി രാജസ്ഥാൻ ഒത്തിരി ഇതുണ്ട്. ടോപ്പ് ഓർഡർ ഇറങ്ങി കളിക്കുക. അൺസോൾഡ് കേശവ് മഹാരാജിനെ ആരും എടുക്കാതെ അൺസോൾഡ് ആക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എല്ലാ ടീമും ഓരോരുത്തരും ലക്ഷ്യമിട്ട് വെച്ചാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന മെയിൻ താരങ്ങളല്ലേ ഇവർ അൺസോൾഡ് ആക്കി വിടുന്നത്. നമുക്ക് നോക്കാം. അതായിരിക്കണം. അല്ലെങ്കിൽ ചായ കുടിക്കാൻ പറഞ്ഞു. നമുക്കും ചായ കുടിക്കാൻ പിരിഞ്ഞാലോ? നമുക്ക് ലൈവ് തൽക്കാലത്തേക്ക് ഒന്ന് അവസാനിപ്പിക്കാം. എന്തായാലും ഇന്ന് ചില നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മുംബൈ ടീമൊക്കെ ഭയങ്കരമായിട്ട് പൈസ സേവ് ചെയ്തിട്ട് ബ്രില്യന്റ് പ്ലേ കളിച്ചോണ്ടിരിക്കുന്നത്. അംബാനിയുടെ മുകളിൽ നിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ രാജസ്ഥാൻ റോയൽസ് ആർച്ചറിനെയും അസറങ്കിനെയും തീക്ഷ്ണനെയൊക്കെ വെച്ച് മാത്രം ഓടിക്കാൻ പറ്റും. ഇപ്പൊ മറ്റവും കൂടി വന്നിട്ടുള്ള അവന്റെ പേരെന്താ? രാജസ്ഥാൻ റോയൽസ് ആരാ വന്നത് ലാസ്റ്റ് വന്നത്? നിതീഷ് റാണ വന്നിട്ടുണ്ട്. നിതീഷ് റാണയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള കണ്ടറിയാം. രാജസ്ഥാൻ കഴിഞ്ഞ തവണത്തേക്ക് ഒരു സെറ്റ് ടീം വെച്ച് നോക്കിയിട്ട് ഈ തവണ അവർക്ക് അതൊരു സെറ്റ് ടീം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും. അപ്പൊ എന്തായാലും ഗൈസ് ബാക്ക് ടു നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങളൊന്ന് വിട പറയുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ടാറ്റ. നിർത്തിക്കോ.